എന്റെ പേര് ഡാലിയ, പത്തനംതിട്ട സ്വദേശിയാണ്. സാറാ മേഡത്തിന്റെ ടീമിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഏതൊരു നല്ല കാര്യം തുടങ്ങുന്ന മുമ്പായിട്ടും നമുക്കൊരു ഈശ്വരനെ മനസ്സിൽ ധ്യാനിക്കാം. ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും സാമ്പത്തികപരമായിട്ടും ഒരു പുരോഗമനം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ പരിചയപ്പെടുകയും അതിന് പരിഹാരമായി ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്ന ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിനെക്കുറിച്ച് വിശദമായി നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സമ്മതത്തോടു കൂടി നമ്മുടെ ജയമോഹൻ സാറിനെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം ജയമോഹൻ സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡാലിയ മാഡം. പേര് ജയമോഹൻ എന്നാണ്. ഞാൻ കോട്ടയം സ്വദേശിയാണ്. ബൈ പ്രൊഫഷൻ ഞാനൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. കഴിഞ്ഞ 3 വർഷത്തിൽ അധികമായി നമ്മളെല്ലാവരും ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യവസായത്തിന്റെ ഭാഗമായി ഞാനും ഈ ബയോട്ടോറിയം എന്നുള്ള ഒരു പ്രൊജക്ട് ചെയ്യുകയാണ്. മാഡം എന്നെ വളരെ വിശദമായിട്ട് തന്നെ പരിചയപ്പെടുത്തി. ഇന്നത്തെ നമ്മുടെ സൂമിലെ ടോപ്പിക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് എന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ ഒരു ടോപ്പിക്കിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം ഈ ഒരു പ്രൊജക്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത് ചെയ്യുന്ന എല്ലാവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. കാരണം നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നല്ല അറിവ് കൃത്യമായിട്ട് നമുക്കില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഇതൊരു നോളജ് ബേസ്ഡ് ബിസിനസ് ആണ്. നമ്മൾ ഏത് ബിസിനസ് ചെയ്താലും ആ ചെയ്യുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമുക്കൊരു നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വിജയിക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു എന്റർപ്രണർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ബേസിക്കായി അവർക്ക് കിട്ടേണ്ട ഒരു നോളജ് ആണ് ഈ ട്രെയിനിങ്. ഈ ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്ന് ഫെബ്രുവരി മാസം 24, 25 തീയതികളിൽ നമ്മുടെ കേരള ബയോട്ടോറിയം കോർ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള 2 days ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോ പാലക്കാടാണ്. പാലക്കാട് മുണ്ടൂര് യുവക്ഷേത്ര എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സെന്ററിലാണ്. ഈ പ്രോഗ്രാം സെന്ററിൽ എത്തിയപ്പോഴാണ് സത്യത്തിൽ ഇതിനു മുമ്പും പല ട്രെയിനിങ്ങിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത്രയും സുന്ദരമായ ഒരു അറ്റ്മോസ്ഫിയർ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്താ ചോദിച്ചാൽ, ഇവിടെ വന്ന നിമിഷം മുതൽ നമുക്ക് നമ്മുടെ ഗൃഹാതുരത നഷ്ടപ്പെടാതെ നമുക്കൊരു ട്രെയിനിങ് സെന്ററിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു അവസരം. കാരണം ഇതിനു മുമ്പും പല 1 day 2 day ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. എന്നാൽ ഇവിടെ എത്തിയ ഈ ഒരു സമയം മുതൽ ഈ ഒരു 2 day ട്രെയിനിങ്ങിനെ സ്വീകരിക്കാൻ ഈ ഒരു പ്രോഗ്രാം സെന്ററിൽ എത്തിച്ചേർന്നിട്ടുള്ള ഞങ്ങൾ എല്ലാവരും മനസ്സുകൊണ്ട് കഴിഞ്ഞ കുറെ മണിക്കൂറുകൾ ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഗ്രേറ്റ് ലീഡേഴ്സ് ഇന്നിപ്പോ ഈ 2 days ട്രെയിനിങ്ങിലേക്ക് പങ്കെടുക്കാൻ ഓൺ ദ വേയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ലീഡേഴ്സ് അടക്കമുള്ള ആളുകളെല്ലാം ഒരു നല്ല എക്സൈറ്റ്മെന്റിലാണ്. കാരണം നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു 2 days ട്രെയിനിങ്ങിനെ നല്ല നിലയിൽ അത് എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അടക്കം ഏകദേശം അതിന്റെ പ്ലാനിങ് അടക്കം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അക്കാര്യത്തിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ഇത്രയും വലിയൊരു പ്രോഗ്രാം മിസ് ചെയ്യാതെ ഇവിടെ എത്തിച്ചേരാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. ഇത് മിസ് ചെയ്തവർക്ക് ഭയങ്കര നഷ്ടം തന്നെയാണ്. കാരണം അതിന്റെ പ്ലാനിങ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ രാത്രിയിൽ വളരെ വൈകിയാണ് ഞങ്ങൾ കിടന്നത്. ഇതിന്റെ പ്ലാനിങ് അടക്കമുള്ള കാര്യങ്ങൾ ിലേക്ക് എത്തുമ്പോൾ, കാരണം ഇത്രമാത്രം പ്ലാൻഡ് ആയിട്ട് ഈ ഒരു ട്രെയിനിങ്ങിനെ കണ്ടുകൊണ്ടാണ് നമ്മുടെ ലീഡേഴ്സ് ഈ കാര്യങ്ങളെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നും നാളെയും നടക്കുന്ന ഈ ഒരു 2 ദിവസത്തെ ട്രെയിനിങ്ങിലൂടെ നിരവധി കാര്യങ്ങൾ പഠിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു പ്രോഗ്രാം സെന്ററിൽ നമ്മളിൽ പലരും പുറത്തേക്ക് പോകുന്നത്. കാരണം ഇന്നത്തെ ദിവസം, അത് ഫെബ്രുവരി മാസം 24 എന്ന് പറയുന്ന ഈ ഒരു ദിവസം
രാവിലെ ആ ഒരു ട്രെയിനിങ് സെന്ററിൽ കയറുന്ന ആളായിട്ടായിരിക്കില്ല തിരിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. കാരണം ഇത്രമാത്രം ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് നോളജ് പകർന്നു തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ലീഡേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയുമ്പോഴും നമ്മുടെ സൂം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഇമ്പോർട്ടൻസ് അത്രമാത്രം വാല്യൂ ആണ് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കാലങ്ങൾ താണ്ടിക്കൊണ്ട് പല പ്രദേശങ്ങളിൽ നിന്നും ഗ്രേറ്റ് ലീഡേഴ്സ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്നലത്തെ ഈ ഒരു സെഷൻ, ഇന്നലെ ഞങ്ങളിവിടെ എത്തിച്ചേർന്നപ്പോൾ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള നമ്മുടെ KBCയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള മനോജ് സാറ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പ്രോഗ്രാം പങ്കെടുക്കാൻ സാധിച്ചത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളിവിടെ എത്തുന്ന അവസരത്തിൽ ഞങ്ങളെ ഈ ഒരു പ്രോഗ്രാം സെന്ററിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ഈ യുവക്ഷേത്രയുടെ ചാർജ് കൂടിയുള്ള മാത്യു സാറിനെ നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. കാരണം വളരെ സ്നേഹപൂർവ്വം ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഹാളിലേക്ക് അദ്ദേഹം ഞങ്ങളെ സ്വാഗതം ചെയ്തത്. മാത്രമല്ല, ഇന്നലത്തെ ഒരു ദിവസം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു അതുപോലെ അത് അത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് ഇന്നലത്തെ ഒരു ദിവസം നമുക്ക്. കാരണം എന്താ ചോദിച്ചാൽ, ഈ ഒരു പ്രോഗ്രാം സെന്ററിലേക്ക് തലേ ദിവസം എത്തുമ്പോൾ നമുക്കെല്ലാവരും ആശങ്കയുണ്ട്. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ അക്കോമഡേഷൻ, എങ്ങനെയായിരിക്കും നമ്മുടെ ഫുഡ്, എങ്ങനെയായിരിക്കും നമ്മുടെ താമസ സൗകര്യം, എങ്ങനെയായിരിക്കും ഉറക്കം, എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മളിതുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാവുന്ന അടക്കമുള്ള കാര്യങ്ങൾ നമുക്കൊരു ആശങ്ക നമുക്കെല്ലാം ഉണ്ടാവും. പക്ഷേ ഈ ഒരു പ്രോഗ്രാം സെന്ററിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ അത്തരത്തിലുള്ള യാതൊരുവിധ ആശങ്കകൾക്കും അടിസ്ഥാനമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. കാരണം അത്രമാത്രം ഈ ഒരു ഗൃഹാതുരത നിറഞ്ഞു നിൽക്കുന്ന ഒരു ട്രെയിനിങ് സെന്ററിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഏതാണ്ട് 200-ൽ-അധികം ആളുകൾക്ക് ഒരേ സമയം പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ട്രെയിനിങ് സെന്റർ. പാലക്കാടേക്ക് ഇത്രയും ദൂരേക്ക് ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ കരുതി, കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തുമ്പോൾ അതിൻ്റെതായ ക്ഷീണവും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഇവിടെ ഈ പ്രോഗ്രാം സെന്ററിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇത് ജീവിതത്തിൽ വലിയ ഒരു എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് വലിയ ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം എന്താ ചോദിച്ചാല്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതിന്റെ പല യാത്രകൾ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഈ പല യാത്രകളും നമ്മളൊക്കെ നമ്മുടെ ജീവിത വിജയം നേടിയെടുക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള യാത്രകളാണ്. പക്ഷേ ആ യാത്രകളിൽ ഒന്നും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ജീവിത വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും, അത്തരത്തിലുള്ള യാതൊരു ജീവിത വിജയം നമുക്ക് സാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഈ 2 ദിവസത്തെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രോഗ്രാം സെന്ററിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളാകെ ബോധ്യപ്പെടുന്നത്. കാരണം ഇത് മിസ് ചെയ്ത ആളുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ വലിയ ഒരു നഷ്ടം തന്നെയായിരിക്കും ഈ ഒരു 2 ഡേയ്സ് ട്രെയിനിങ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്ന അറിവുകൾ വരുന്ന മണിക്കൂറുകൾ നമുക്ക് ലഭിക്കും. എന്നാൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു മുന്നൊരുക്കം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ പല കാര്യങ്ങൾ മാറ്റിമറിക്കാൻ ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ ഐ എം റിയലി സോറി. കാരണം എന്താ ചോദിച്ചാൽ, നമ്മുടെ ഈ പ്രോഗ്രാം സെന്റർ എന്ന് പറയുന്നത് ഒരു പള്ളി മാനേജ്മെന്റിലാണ് ഞാൻ എന്റെ ശബ്ദം ആക്കിയാണ് ഞാൻ ചോദിച്ചാൽ നിരവധി പ്രോഗ്രാം സെന്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശബ്ദം എടുത്തു കഴിയുമ്പോൾ അവർക്ക് ശബ്ദമാക്കിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് അറിവുകൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആ അറിവുകൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാം സെന്ററിലൂടെ മാത്രമേ അറിവുകൾ ലഭിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് പരമാവധി പ്രോഗ്രാമിലേക്ക് എത്തുന്ന ഒരാൾക്ക് മാത്രമേ ഇന്ന് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ഈ ഒരു പ്രൊജക്ട് വിജയിക്കാൻ സാധിക്കുള്ളൂ. കാരണം ഇത് ഞാൻ ആദ്യം പറഞ്ഞു, ഇതൊരു നോളജ് ബേസ്ഡ് ബിസിനസ് ആണ്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായ ഒരു അറിവ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളായി ചെയ്യാൻ സാധിക്കില്ല. ഞാൻ പ്രത്യേകം ഉണ്ടാകുന്നുണ്ട്. ഉണ്ടാകാൻ കാര്യം പറ്റുന്നില്ല. നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ലീഡേഴ്സ് പല ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. കാരണം ഇന്നലെ രാത്രി എത്തിയവരുണ്ട്, ഇന്നിപ്പോ പകൽ സമയത്ത് എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ സൂമിൽ അറ്റൻഡ് ചെയ്യുന്നവർ ദയവായി സദയം ക്ഷമിക്കണം ഞാൻ ആദ്യമേ ഓർമ്മിക്കുകയാണ്. എന്തായാലും നമ്മുടെ സൂം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു 2 ദിവസത്തെ ട്രെയിനിങ് ഇനിയും നമ്മൾ തുടർന്നു വരുന്ന ഒരു അനുസൃതം നമ്മൾ തുടർന്നു വരുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ ഒരു 2 ദിവസത്തെ പ്രോഗ്രാം അവസാനിക്കും. പരമാവധി ട്രെയിനിങ് പ്രോഗ്രാമുകളിലേക്ക് അറ്റൻഡ് ചെയ്യുന്ന ആളുകളായി നമ്മളെല്ലാവരും മാറണം.
കാരണം ഇവിടെ വിജയിച്ച ആളുകളുടെ ചരിത്രം ഒരു സുപ്രഭാതത്തിൽ വെറുതെ വന്ന് അല്ലെങ്കിൽ നൂലിൽ കെട്ടി ഇറങ്ങി താഴേക്ക് വന്നിട്ടുള്ള ആരും വിജയിച്ചിട്ടില്ല. ഈ ഒരു നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഈ ഒരു വ്യവസായത്തിൽ നമ്മൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ട്രെയിനിങ് ആരൊക്കെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നോ ആ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന ആളുകൾ മാത്രമേ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വിജയിച്ചു ചേരുന്നു. ആരെല്ലാം പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വിട്ടു നിൽക്കുന്നോ അവർക്കൊന്നും ഈ ഒരു മേഖലയിൽ ഇന്ന് വരെ വിജയിച്ചു കയറാൻ സാധിച്ചു. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട ഈ ഒരു ഇന്നത്തെ നമ്മുടെ ഈ സൂം പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ലീഡേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മൾ കൃത്യമായും പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന ഒരു ലീഡറായി മാറുക. പക്ഷെങ്കിൽ നമ്മുടെ വീട് വിട്ട് നമുക്ക് പല സ്ഥലങ്ങളിൽ മാറി താമസിക്കുന്നുണ്ട്. കാരണം പലരെ സംബന്ധിച്ച് പറഞ്ഞാല് നമ്മുടെ വീട് വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും നമ്മുടെ ഇത്രയും കാലത്ത് ജീവിതത്തിൽ ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുത്ത് ചെയ്യുന്നതിൽ ഒരു 99% ആളുകൾ ഏതാണ്ട് ഒരു 40 above ഏജിന് മുകളിലേക്കുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം നമ്മളെല്ലാം വീടുകളിൽ ചടഞ്ഞുകൂടിയിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് നമ്മുടെ വീട് വിട്ട് പുറത്തേക്ക് പോകണം. നമ്മുടെ വീട് വിട്ട് പുറത്തേക്ക് പോയി നമ്മുടെ മൈൻഡ് സെറ്റ് പൊട്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെടണം. കാരണം ഇപ്പോഴും ഈ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും ഇത് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ എന്നാൽ പോലും പൂർണ്ണമായും നമുക്ക് ആ ബിസിനസ്സിൽ ഇൻവോൾവ് ആകാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമ്മളെല്ലാം പുറകോട്ട് പിടിച്ച് വലിക്കുന്ന എന്തോ ഒരു ശക്തി നമ്മുടെ എല്ലാം ഉള്ളിൽ ഉറങ്ങിക്കിടക്കും. നമ്മുടെ എല്ലാം ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ശക്തിയാണ് ഈ ഒരു ബിസിനസ്സിന് തടസ്സമായിട്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു നമ്മളെ പിന്നോട്ട് പിടിച്ചു വലിക്കുന്ന ആ ഒരു ചിത്രശക്തി തന്നെ വേണം പറയാൻ. ആ ചിത്രശക്തിയെ നമ്മൾ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മാറ്റം വരുത്തേണ്ടത് നമ്മുടെ മനസ്സിലാണ്. കാരണം നമ്മുടെ മനസ്സാണ് പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്, പല കാര്യങ്ങളും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും പല കാര്യങ്ങളും നമ്മളെ പിന്നോട്ട് പിടിച്ചു വലിക്കുന്നതും. അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ ആ ഒരു ചങ്ങല പൊട്ടിച്ചെറിയാൻ നമ്മൾ തയ്യാറായി ഇത്തരം വ്യവസായങ്ങൾ നമുക്ക് വിജയിക്കാൻ സാധിച്ചു. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയുടെ ചരിത്രം ചോദിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഈ ഒരു മേഖലയിലേക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി വരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പലരെയും അങ്ങനെ ആളുകൾ കടന്നു വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഒരു അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിൽ നിരവധി ആളുകൾ കടന്നു വരുന്നു. പക്ഷെ ഇവിടെ വിജയിച്ചിട്ടുള്ളവരുമാണ് ആളുകൾ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിജയിച്ചിട്ടുള്ള ആളുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവരെല്ലാവരും ഈ ഒരു മേഖലയെ കുറിച്ച് വളരെ വിശദമായി പഠിച്ച് മനസ്സിലാക്കി ഇതെന്താണെന്ന് അവരുടെ അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ട് അവരുടെ പല ജീവിതത്തിലെ തിക്താനുഭവങ്ങളും ഇതുമായി കൂട്ടിയിണക്കി ഈ കാര്യങ്ങളെ ആകെ പഠിച്ച് മനസ്സിലാക്കി മനനം ചെയ്ത് ഇതിലേക്ക് കടന്നു വന്നവരാണ് ഈ മേഖലയിൽ. ഇതിപ്പോ നമുക്ക് ധൈര്യപൂർവ്വം നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മേഖല, ഈ ഒരു ബിസിനസ്സിനെ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ സാഹചര്യങ്ങളും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും നമ്മുടെ രാജ്യത്ത് സജ്ജമാക്കി. ഒരു കാലത്ത് നിയമപരമായി ചെയ്യാൻ പറ്റാതെ ഈ ഒരു തൊഴില് നിയമപരമായി നമുക്ക് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗവൺമെന്റുകൾ ഈ ഒരു വ്യവസായ മേഖലയ്ക്ക് വേണ്ടത്ര നിലയിലുള്ള ഒരു നിയമപരിരക്ഷ നമുക്ക് ഒരു കാലത്ത് കിട്ടിയിരുന്നില്ലെങ്കിൽ ഇന്നിപ്പോ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇതിനെ ഒരു തൊഴിലായി തന്നെ അംഗീകരിച്ചുകൊണ്ട് ഈ മേഖലയിലേക്ക് ട്രേഡ് യൂണിയനുകൾ അടക്കം ഈ മേഖലയിലേക്ക് ഇടപെടുത്തിക്കൊണ്ട് ഇത് നമുക്ക് നിയമപരമായി ചെയ്യാൻ പറ്റുന്ന ഒരു വ്യവസായമായി അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ഇന്നിപ്പോ ഇതിന് അംഗീകാരം അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മേഖലയെ ബന്ധപ്പെട്ട് നമ്മുടെ പല ആശങ്കകളും കാര്യങ്ങളും ഉണ്ട്. അത്തരം ആശങ്കകളും കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയെ നമ്മൾ ഇന്ത്യയിൽ സ്വീകരിക്കുകയും ഈ ഒരു മേഖലയിലൂടെ നമ്മൾ കണ്ടിട്ടുള്ള പല സ്വപ്നങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പല ഈ കണ്ടിട്ടുള്ള പല സ്വപ്നങ്ങളും ഇന്നും ഈ പറഞ്ഞ സ്വപ്നങ്ങളായി മാത്രം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ ആ സ്വപ്നങ്ങളിലൂടെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ തെളിയിച്ചു തന്നിട്ടുള്ള പല ഗ്രേറ്റ് ലീഡേഴ്സും ഇന്നിപ്പോ നമ്മുടെ ഈ മേഖലയുണ്ട്. ഞാനത് പറയുമ്പോൾ ഇന്ന് ഈ ഒരു മേഖലയിലാണ് തന്നെ കോടികൾ കണക്കിന് രൂപ ഏൺ ചെയ്തിട്ടുള്ള നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ലെ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ ഒരു മേഖലയിലാണെങ്കിൽ പോലും കോടികൾ ഏൺ ചെയ്തിട്ടുള്ള നിരവധി ലീഡേഴ്സ് നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിൽ നമ്മളെ നയിച്ചിട്ടുള്ള നിരവധി ലീഡേഴ്സ് ഉണ്ട്. ഇന്നിപ്പോ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ലീഡേഴ്സും ഈ പറയുന്ന പോലെ കോടിക്കണക്കിന് രൂപ ഏൺ ചെയ്ത ആളുകളാണ്. അവരാരും ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് കോടികൾ ഏൺ ചെയ്ത ആളുകളല്ല. നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ ഈ കാര്യങ്ങളാകെ ഏറ്റെടുത്ത് തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി ഏറ്റെടുത്ത് തങ്ങളുടെ ജീവനായി കരുതി ഈ ഒരു വ്യവസായത്തെ അല്ലെങ്കിൽ പ്രൊജക്ടിനെ ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു മേഖലയിൽ വിജയക്കൊടി പാറിച്ചവരാണ്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വന്നിട്ട്
കോടീശ്വരന്മാരെ ആരും ഈ മേഖലയിലില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രോഗ്രാമിന് വളരെയേറെ പ്രാധാന്യം. ആരെല്ലാം പ്രോഗ്രാമിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ ആ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ആളുകൾ മാത്രമേ ഈ മേഖലയിൽ വിജയിച്ചു കയറിയിട്ടുള്ളൂ. നമ്മളിപ്പോ കരുതും നമുക്ക് പല കഴിവുകളുണ്ട്, എന്നെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ ഈസിയായി ചെയ്യാൻ സാധിക്കും, എനിക്കൊരു ട്രെയിനിങ്ങിന്റെ ആവശ്യമല്ല എന്ന് കരുതുന്ന ആളുകളുണ്ടാവും. പക്ഷെ അങ്ങനെ കരുതുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഏത് കാര്യത്തിലും നമ്മൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ ആ മേഖലയിൽ നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മളിവിടെ വിൽക്കുന്നത് നമ്മുടെ അറിവാണ്. ആ അറിവ് നമുക്ക് നേടിയെടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രോഗ്രാം സെന്ററുകളുടെ മാത്രം പ്രോഗ്രാമുകളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ സഹായിക്കുന്ന നിരവധി മീഡിയാസിൽ നിന്ന് കിട്ടുന്നവരുണ്ട്, നിരവധി ബുക്സ് വായിച്ചാൽ കിട്ടുന്നവരുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുത്തുകൊണ്ട് വേണം നമുക്ക് ഈ ഒരു ബിസിനസ്സിനെ നമുക്കൊരു നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ അറിവ് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോഗ്രാമുകൾ കൂടിയാണ്. അത് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നമ്മുടെ ട്രെയിനിങ്ങുകളാണ്. ട്രെയിനിങ്ങുകൾ നിങ്ങൾ മിസ്സാക്കാതെ അറ്റൻഡ് ചെയ്യുന്നു, അവർക്ക് മാത്രമേ ഇവിടെ വിജയിച്ചു കയറാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ട്രെയിനിങ്ങിലേക്ക് നമ്മൾ പിന്നോക്കം പോകുന്നവരെ കുറിച്ച് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ നിരവധി പ്രോഗ്രാമുകൾ, അതായത് കലാപരിപാടികൾ കാണുന്ന ആളുകളാണ്. ഈ കലാപരിപാടികൾ നമ്മുടെ ഇവിടെ ആവർത്തിക്കാം. ഞാൻ ഈ സ്ഥലം ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യണം. കാരണം എന്താ ചോദിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇതിനെ സൂമിന് അത് തടസ്സം നേരിടുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ചോദിക്കുകയാണ്, ഞാൻ എന്റെ ക്യാമറ ഒന്ന് മുട്ടിയിട്ട് ഇവിടെ നിന്ന് ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറിയിരിക്കുകയാണ്. ആളുകൾ 180 സ്റ്റേ ചെയ്യുന്നത് 180 അധികമാണ്. ഒരു ഇൻഷുറൻസായി മാറുന്നു. ആ ഒരു ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് മാറിയിരിക്കുകയാണ്. ഓക്കെ, എന്നാലും ഞാൻ പ്രോഗ്രാം കട്ട് ചെയ്യുന്നില്ല, ഞാൻ മാറി നിന്ന് സംസാരിക്കും. കാരണം അല്ലെന്നുണ്ട് പ്രോഗ്രാം ഇൻഷുറൻസായി മാറും. ഓക്കെ, താങ്ക് യു. അതേപോലെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഏത് കാര്യത്തിലും വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ മേഖലയെ ബന്ധപ്പെട്ട് നമുക്ക് അറിവുണ്ടാകും. നമ്മളിപ്പോ കലാപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഈ കലാപരമായ കാര്യങ്ങളിൽ നമുക്കൊരു കഴിവ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വിജയിക്കാൻ സാധിക്കില്ല. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഏത് കാര്യം ആണെങ്കിലും അവിടെ ട്രെയിനിങ് ആവശ്യമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ നിരവധി കലാപരിപാടികൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. ആണെങ്കിലും ഗാനമേളയാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പല പരിപാടികൾ നമ്മൾ കണ്ടിട്ടുള്ള ആളുകളാണ്. നമ്മൾ കരുതും അവർ വെറുതെ സ്റ്റേജിൽ കയറി നിന്ന് ഈ കാര്യങ്ങളാകെ ചെയ്യുന്ന ആളുകളാണ് അല്ലെ. അതുമായി ബന്ധപ്പെട്ട് നിരന്തരമായ പ്രാക്ടീസുകൾ ചെയ്തുകൊണ്ടാണ് അവരെല്ലാവരും ആ പ്രോഗ്രാമിലേക്ക് എത്തുന്നത്. ചില ആളുകൾ പറയും, എനിക്ക് കുഴപ്പമൊന്നും വേണ്ടില്ല, എനിക്ക് ട്രെയിനിങ് ഒന്നും വേണ്ട, ഞാൻ വളരെ പെട്ടെന്ന് ഈ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം. അല്ല, അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ തട്ടേ കയറുമ്പോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അവരുടെ ഒരു അമിതമായ ആത്മവിശ്വാസമാണ് ഇതിന്റെ. തട്ടേ കയറുമ്പോ ഈ കാര്യങ്ങളാകെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു റിഹേഴ്സൽ ക്യാമ്പിൽ പങ്കെടുത്തെങ്കിൽ മാത്രമേ അവർക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ. കാരണം എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ കാര്യത്തിൽ ഷെയർ ചെയ്തത്. എന്റെ കൂടെ ഞാൻ കലാപരമായ കാര്യങ്ങൾ ഒരു കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്ന പല ആൾക്കാരും നമ്മുടെ കൂടെ ചേർന്നുകൊണ്ട് റിഹേഴ്സൽ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ അവർ പറയുന്നത് ചോദിച്ചാൽ ഞാൻ തട്ടേ കയറുമ്പോൾ ചെയ്തോളാം എന്ന് പറയും. പക്ഷെ കൃത്യമായ ആ റിഹേഴ്സൽ പ്രോഗ്രാമിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ആളുകൾ തട്ടേ കയറുമ്പോൾ യാതൊരുവിധ പെർഫോമൻസും ചെയ്യാതെ ആ പ്രോഗ്രാമിനെ ടോട്ടലി പൊളിക്കുന്ന ഒരു അനുഭവം എന്റെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്റെ അനുഭവത്തെ കോട്ട് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബിസിനസ്സിലും നമുക്ക് വിജയിച്ച് മുന്നേറണം എന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്ന ആ ട്രെയിനിങ്ങിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പങ്കെടുക്കണം. നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതാണ്. ഈ ട്രെയിനിങ് മിസ്സാക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളും ഇതുപോലെ ഞാൻ തട്ടക്കർമ്മ ചെയ്തോളാം എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡുള്ള ആളുകളാണ്. അതുകൊണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റം വരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ മേഖലയിൽ വിജയിച്ചു കയറാൻ സാധിക്കുള്ളൂ. ഏത് കാര്യങ്ങളിലും നമുക്ക് മുന്നേറണം. നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് നമ്മുടെ മാറ്റം ഉണ്ടാക്കുന്നത്. ആ മൈൻഡ് സെറ്റിനെ പോസിറ്റീവായും നെഗറ്റീവായി നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് നമ്മളാണ് തീരുമാനിക്കുന്നത്. കാരണം നമ്മളെല്ലാവരിലും ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആണ് 90% ഉള്ളത്. ഒരു 10% മാത്രമാണ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളത്. അതുകൊണ്ട് ആ നെഗറ്റീവ് മൈൻഡ് സെറ്റിനെ പൊട്ടിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലൂടെ ലഭിക്കുന്നത്. പ്രോഗ്രാമുകൾ പരമാവധി മിസ്സാക്കാതെ
ആ പ്രോഗ്രാമുകളിൽ നമുക്ക് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മേഖലയെ കുറിച്ചുള്ള അറിവ് നമുക്ക് നല്ല നിലയിൽ നമ്മളിൽ ഉണ്ടാവണം. അത് ഉണ്ടാവുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ അത്തരത്തിലുള്ള അറിവുകൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ സാധിക്കും. കാരണം ഇന്നും നമുക്ക് അജ്ഞാതമായ ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇതിന്റെ അനന്ത സാധ്യത മനസ്സിലാക്കിയിട്ടുള്ള എല്ലാം തന്നെ ഇവിടെ വിജയിച്ചു. പക്ഷെ ഇതെന്താന്ന് മനസ്സിലാകാത്ത ആളുകൾ ഇന്നും ഈ മേഖലയിൽ വിജയിക്കാതെ മാറി നിന്നുണ്ട്. ഈ മേഖലയെ കുറ്റം പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു വ്യാവസായിക മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്ത്യ പോലുള്ള കോടിക്കണക്കിന് ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ഒരുപക്ഷെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും പിന്തുണച്ചുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു വ്യവസായം വളർന്നു വരേണ്ട ഒരു കാലഘട്ടം കൂടിയാണിത്. എന്നാൽ നമ്മുടെ രാജ്യത്തെ ജനത ഇപ്പോഴും ഈ ഒരു മേഖലയെ കുറിച്ച് വേണ്ടത്ര നിലയുള്ള ഒരു അറിവ് അവർക്ക് ഈ മേഖലയെ ബന്ധപ്പെട്ടാക്കിയെടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു മേഖല വളരെ മോശപ്പെട്ട മേഖലയാണെന്നാണ് ഇന്നും പല ആളുകളും കരുതിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും നമ്മൾ ഈ ഒരു വ്യവസായം ഏറ്റെടുത്തുകൊണ്ട് ആളുകളിലേക്ക് ഈ കാര്യങ്ങളെ എത്തിക്കുമ്പോൾ നമ്മൾ സമീപിക്കുന്ന പല ആളുകളും നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിലാണ്. ആ നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന ആളുകളെടുത്ത് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന ഈ മേഖലയെ ബന്ധപ്പെട്ട് അറിവുണ്ടാകും. കാരണം നമ്മൾ വിൽക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ അറിവാണ് നമ്മൾ അവർക്ക് വിൽക്കുന്നത്. ആ അറിവ് നമ്മൾ അവർക്ക് വിൽക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര എഫിഷ്യന്റ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് ആ മേഖലയിൽ വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ മേഖലയിൽ വിജയിച്ചവരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ മേഖലയെ കുറിച്ച് പഠിക്കാതെ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട അഭ്യർത്ഥി അലകും പിടിയും മാറി നമ്മളെ പുറത്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മേഖലയെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ഈ മേഖല നമുക്ക് ബ്രില്യന്റ് ആകാൻ സാധിക്കത്തില്ല. കാരണം നമ്മളെപ്പോഴും പറയും, നമ്മുടെ കൂടെ ഈ ഒരു മേഖലയിൽ നമ്മൾ വിജയിച്ച് കയറണമെന്നുണ്ടെങ്കിൽ നമ്മളെ നയിക്കുന്ന, ആത്മാർത്ഥമായി നമ്മളെ മുന്നിൽ നയിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവണം. അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഈ മേഖല വിജയിച്ച് കയറാൻ സാധിക്കുള്ളൂ. അത് വെറുതെ ഈ പറയുന്ന പോലെ കയ്യെ പാൻറ് വിട്ട് ഈ പറയുന്ന പോലെ ആളുകളോട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, എന്ത് കാര്യം നമ്മൾ സംശയം ചോദിച്ചാൽ പോലും നമ്മളോട് ദേഷ്യപ്പെടുന്ന, നമ്മളോട് തട്ടിക്കയറുന്ന ചില ലീഡേഴ്സ് ഒക്കെയാണ് നമ്മുടെ തലപ്പത്ത് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഈ മേഖലയിൽ വിജയിച്ച് കയറാൻ സാധിക്കില്ല. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് സമയത്തും എന്ത് കാര്യം ചോദിച്ചാലും നമ്മളെ സഹായിക്കാൻ സന്മനസ്സോടുകൂടി നമ്മളെ ലീഡ് ചെയ്യുന്ന നമ്മൾ കുറെ ഗ്രേറ്റ് ലീഡേഴ്സ് ആണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്ന് ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുത്ത് ചെയ്യുന്ന നമ്മുടെ എല്ലാവരുടെ ഭാഗ്യം. ഇതിന് പല മേഖലയിലും ഈ പറയുന്ന പോലെ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പൊ നമ്മുടെ ആ മേഖലയെ ബന്ധപ്പെട്ട് നമ്മൾ ഉണ്ടാകുന്ന സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ കൃത്യമായും വ്യക്തമായും നമുക്കൊരു മറുപടിയും കാര്യങ്ങളും ഈ ഇതുമായി ബന്ധപ്പെട്ട അവയർനെസ് ഒക്കെ തരാതിരുന്ന പല മേഖലയും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു ബിസിനസ്, ബയോടൂറിസം ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മളെല്ലാം ഭാഗ്യവാന്മാരാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ കൃത്യമായും ഗൈഡ് ലൈൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നേതൃത്വ നിര നമുക്കിവിടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം നമുക്കിവിടെയുണ്ട്. നമ്മളെ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി സജ്ജരാക്കുന്ന, നമ്മളെ മെന്റലി ഫിസിക്കലി നമ്മളെ ഈ ഒരു മേഖലയിലേക്ക് സജ്ജരാക്കുന്ന ഒരു ടീം ലീഡർഷിപ്പ് തന്നെ നമുക്ക് ഇന്നിപ്പോ കേരളത്തിലാകെയുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പല പ്രോഗ്രാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ എല്ലാ ജില്ലയിലും നമ്മുടെ ട്രെയിനിങ് സെന്ററുകളുണ്ട്. എല്ലാ ജില്ലയിലും മാത്രമല്ല, പ്രാദേശിക തലങ്ങളിലേക്ക് പോലും നമ്മുടെ ട്രെയിനിങ് സെന്റർ പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോ ജില്ലയിലും നമ്മൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ അസുഖങ്ങൾക്കും പരിഹാരമായി നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ഉൽപ്പന്നം കൃത്യമായിട്ടും മനുഷ്യൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പി കൃത്യമായിട്ട് നമ്മൾ മനുഷ്യനെ കൊണ്ട് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ജീവിതശൈലി രോഗങ്ങൾക്ക് നമുക്ക് പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇന്നിപ്പോ മോഡേൺ സയൻസിൽ പോലും കൃത്യമായ രീതിയിൽ അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം 220 അധികം ജീവിതശൈലി രോഗങ്ങൾ ബാധിക്കുന്ന ഈ ഒരു മനുഷ്യ ശരീരത്തിന് മോഡേൺ മെഡിസിൻ ആണെങ്കിലും ഇനി ആയുർവേദമാണെങ്കിലും അല്ലെങ്കിൽ ഹോമിയോ ആണെങ്കിലും അല്ല നമ്മുടെ രാജ്യത്തുള്ള ഏത് ചികിത്സാ സംവിധാനങ്ങളും ഫലപ്രദമായ രീതിയിൽ ഫലിക്കാതെ വരുമ്പോഴാണ് ഇന്നിപ്പോൾ നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രീറ്റ്മെന്റ് ആളുകളിലേക്ക് പലവിധ മാറ്റങ്ങളും ഉണ്ടാക്കിയെടുക്കും നമ്മുടെ അനുഭവത്തിലൂടെ കണ്ടിട്ടുള്ളത്. കാരണം അലോപ്പതിയിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ആയുർവേദത്തിൽ നിന്നാണെങ്കിലും ഇനി ഹോമിയോപ്പതിയിൽ നിന്നാണെങ്കിലും അവിടുത്തെ ഡോക്ടേഴ്സ് വർഷങ്ങളായി ചികിത്സിച്ചിട്ട് മാറ്റം ഉണ്ടാകാത്ത പലവിധ രോഗങ്ങൾക്കും വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടായി, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന് നടന്ന ആളുകൾ എഴുന്നേറ്റ് നടക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും തങ്ങളെ കൊണ്ട് തങ്ങളുടെ ജീവിതം അവസാനിച്ചു എന്ന് കരുതിയെടുത്ത് ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പിയുടെ ആ ഒരു ഉപയോഗത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള 100 കണക്കിന് ആളുകളാണ്
ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ഓൺ ദ സ്പോട്ടിൽ നമ്മുടെ ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പി അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഓൺ ദ സ്പോട്ടിൽ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള പല ആൾക്കാരുടെ എക്സ്പീരിയൻസ് നമുക്കറിയാം. കാരണം കൈകൾ പൊങ്ങാതെ കാലുകൾ ചലിക്കാതിരുന്ന ആളുകളിലേക്ക് നമ്മൾ നമ്മുടെ മാഗ്നറ്റിക് തെറാപ്പി എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരെ കൊണ്ട് ആ ഓൺ ദ സ്പോട്ടിൽ ഉപയോഗിപ്പിച്ചുകൊണ്ട് അവരിൽ ഉണ്ടാക്കിയുള്ള റിസൾട്ട് ഒരുപക്ഷെ നമ്മളെ പോലും അത്ഭുതപ്പെടുത്തിയുള്ള പല അനുഭവങ്ങളുണ്ട് ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഈ ഒരു മേഖലയിൽ ഇതിനെ ഏറ്റെടുത്തിട്ടുള്ള ആളുകൾ എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മൾ ആത്മാർത്ഥമായി ഈ കാര്യങ്ങളാകെ ഏറ്റെടുത്ത് ചെയ്യണം. ഇന്നും പലപ്പോഴും പലരും ഈ ഒരു മേഖല ഐഡിയ വെച്ചിട്ടുണ്ട്, പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട്, പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന കാര്യം പോലും കൃത്യമായിട്ട് ചെയ്യാത്ത ആൾക്കാരും ഈ മേഖലയിലുണ്ട്. ഈ പ്രൊഡക്റ്റ് എടുത്തിട്ടുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് ഈ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യണം. പ്രോപ്പറായി നമ്മൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ ഉറപ്പായി നമുക്ക് ഫലം കിട്ടും എന്നുള്ള കാര്യം നമുക്കൊരു സംശയമില്ല. ഇവിടെ പ്രൊഡക്റ്റ് വാങ്ങി പലരും ഷെൽഫിൽ വെച്ചിട്ട് എനിക്ക് യാതൊരു റിസൾട്ടും ഇല്ലെന്ന് പറയുന്നവരാണ് നമ്മുടെ മുന്നിലുള്ള ഒരു 90% ആൾക്കാരും. അതുകൊണ്ട് ഇന്നിപ്പോ ഈ സൂമിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഈ പ്രൊജക്ട് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട ലീഡേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് കൃത്യമായി നമുക്ക് അവർക്ക് ഒരു ആഫ്റ്റർ സർവീസ് അടക്കം കാര്യങ്ങൾ കൊടുക്കാൻ സാധിക്കണം. ആഫ്റ്റർ സർവീസ് അടക്കം കൊടുത്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു പുണ്യം എന്താണെന്ന് നാട്ടിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അവസരം നമ്മൾ വേണം ഉണ്ടാക്കിയെടുക്കുക. ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ പലർക്കും ഒരു കച്ചവടം നടത്തുക, ആ കച്ചവടത്തിലൂടെ കിട്ടുന്ന ഒരു വരുമാനം മാത്രമാണ് പലരും ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അതിന് പിന്നിൽ ഈ ഒരു തെറാപ്പി, ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത് ലോകത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലവിധ അസുഖങ്ങൾക്ക് ശമനം ഉണ്ടാക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് എന്നുള്ള സത്യം നമ്മളിൽ പലരും തിരിച്ചറിയാതെയുള്ള നെട്ടോട്ടത്തിലാണ് നമ്മൾ പലരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് നമ്മുടെ പ്രൊഡക്റ്റുകൾ, നമ്മുടെ വാട്ടർ എനർജി പാഡ്, നമ്മുടെ ബ്രേസ്ലെറ്റ്, ഇപ്പൊ നമ്മുടെ മാഗ്നറ്റിക് മാട്രസ് പാഡ്, നമ്മുടെ പില്ലോ പാഡ് അടക്കമുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ കൃത്യമായിട്ടും ഒരാളെ കൊണ്ട് നമ്മൾ ഉപയോഗിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് 100% റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ആ 100% റിസൾട്ട് ആണ് ഈ ഒരു പ്രൊജക്ട് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും അടക്കം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് അവര് വാങ്ങുകയും അതോടൊപ്പം സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. കാരണം എന്താ ചോദിച്ചാൽ ഇതിന്റെ റിസൾട്ട് അത്രമാത്രം ഹെവി റിസൾട്ട് ആയതുകൊണ്ടാണ് ജനങ്ങൾ ഇത് ഉപയോഗിക്കുന്നത്. പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമുക്കറിയാം, ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന പല ബുദ്ധിമുട്ടുകൾക്കും ശാശ്വത പരിഹാരം ഉണ്ടാക്കിയിട്ട് ആളുകളുണ്ട്. സോറിയാസിസ് പോലുള്ള അസുഖങ്ങൾ വന്നിട്ട് ശരീരത്തെ മുഴുവൻ വ്രണമായിട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ ദുരിതം അനുഭവിച്ചിരുന്ന പല ആളുകളും പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെയൊക്കെ ആ ഒരു ശരീരത്തിൽ വന്നുള്ള മാറ്റം നമ്മൾ നേരിൽ കണ്ടുള്ള ആൾക്കാരാണ്. ഞാനൊക്കെ നേരിൽ കണ്ടുള്ള ആൾക്കാരാണ്. എന്ന് പറയുന്നത് വെരിക്കോസ് വെയിൻ വന്നിട്ട് വെരിക്കോസ് വെയിൻ പൊട്ടി ഒലിച്ച് ബ്ലഡ് അതുപോലെ അവരുടെ ശരീരത്തിൽ പുറത്തു പോയിക്കൊണ്ടിരുന്ന പല ആൾക്കാരും അത് ലേസർ ട്രീറ്റ്മെന്റ് അടക്കം ചെയ്തിട്ട് മാറ്റം ഉണ്ടാകാത്ത നിരവധി ആളുകൾ, അവർക്കൊക്കെ നമ്മുടെ നമ്മുടെ മാഗ്നറ്റിക് തെറാപ്പി, അത് നമ്മുടെ വാട്ടർ എനർജി പാഡ് മാത്രം ഈ പറയുന്ന പോലെ ആ വെരിക്കോസ് വെയിനുള്ള ഭാഗത്ത് റാപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു അസുഖത്തിന്, വെരിക്കോസ് വെയിൻ പോലുള്ള അസുഖങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്ന നിരവധി ആളുകൾ. എന്ന് പറയുന്ന പോലെ ഹാർട്ടിന് ബ്ലോക്ക് വന്നിട്ട് ഈ പറഞ്ഞ ആൻജിയോഗ്രാം അടക്കം ചെയ്തിട്ട് 2-3 ബ്ലോക്കുള്ള ആളുകൾക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് ഉപയോഗിച്ച് നമ്മുടെ വെള്ളം കൃത്യമായിട്ട് കുടിച്ച് അടുത്ത പ്രാവശ്യം ചെക്കപ്പിന് ചെയ്യുന്ന അവസരത്തിൽ ഡോക്ടറെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ബ്ലോക്ക് മാറിയ അനുഭവം നമ്മുടെ ഷെയർ ചെയ്തിട്ടുള്ള നിരവധി ആളുകൾ. എന്ന് പറയുന്നത് നമുക്കറിയാം, കഴുത്തിന് മുറിവ് വന്ന് തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള ഒരു ലീഡർ ഇപ്പോ അദ്ദേഹം അടക്കണ്ടോ, കാരണം മാസങ്ങളോളം ഒന്ന് കിടക്കാൻ പോലും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട് ഈ നമ്മുടെ പ്രൊഡക്റ്റ് പ്രോപ്പറായിട്ട് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഇന്നിപ്പോ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഈ ഒരു തെറാപ്പിയുടെ പ്രചാരകനായിട്ട് പോലും അങ്ങനെ ആളുകളെ മാറ്റി തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഇന്ന് നാളെയുമായി നമ്മൾ ഒരു 2 ദിവസം ട്രെയിനിങ്ങിലേക്ക് പോവുകയാണ്. ഈ 2 ദിവസം ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ഒരു പ്രൊജക്ടിനെ അത്രമാത്രം ഈ ഒരു ബിസിനസിനെ അത്രമാത്രം സീരിയസ് ആയി കണ്ടിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇതിനെ ഏറ്റെടുത്തത്. കാരണം ഇനിയും ആയിരക്കണക്കിന് ആളുകൾ പുറത്തു നിൽക്കുകയാണ്. ആയിരക്കണക്കിന് പുറത്തു നിൽക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് മാത്രം വിജയിച്ച് കയറിയേ പോരാ. നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് പരമപ്രധാനമായ പല ലക്ഷ്യങ്ങളും ഉണ്ട്. കാരണം ഇവിടെ ജീവിച്ച് അല്ലെങ്കിൽ ഇവിടെ മൺമറഞ്ഞു പോകേണ്ട ആളുകളല്ല നമ്മൾ. നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് ഒരുപക്ഷെ ഈശ്വരൻ നമ്മളിലേക്ക് തന്നിട്ടുള്ള വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വ ബോധം നമ്മൾ ഏറ്റെടുക്കുകയും ആ ഉത്തരവാദിത്വ ബോധം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ള വലിയ കാര്യം നമ്മൾ ചെയ്യണം. കാരണം എന്താണെന്ന് ചോദിച്ചാല് ഒരുപക്ഷെ ആരും അറിയാതെ പോകുന്ന ചില ജന്മങ്ങളായിരുന്നിരിക്കാൻ നമ്മളിൽ പലരും ഈ ഒരു പ്രൊജക്ട്, ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയപ്പോ സമൂഹത്തിൽ മറ്റാരെ കഴിഞ്ഞും ഉത്തരവാദിത്വ ബോധമുള്ള ആളുകളായി നമ്മളും മാറേണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഈ ഒരു ചികിത്സാ രീതി ഒരു മനുഷ്യർക്ക് പോലും യാതൊരു ദോഷവും ആർക്കാണ്, മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും സസ്യജാലങ്ങളാണെങ്കിലും ആർക്കും യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാക്കാത്ത ഒരു ചികിത്സാ രീതിയാണ് ജനങ്ങളെ പരിചയപ്പെടുത്തുന്നത്.
അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും പലപ്പോഴും മടിയാണ് ഇത് പറയാൻ. കാരണം എന്താ ചോദിച്ചാല് ഇത് ആളെ പിടിക്കേണ്ട പണിയല്ലേ, ആളെ ചേർക്കേണ്ട പണിയല്ലേ, കൊണ്ടുനടന്ന് വിൽക്കേണ്ട സാധനമല്ലേ. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് ഇന്ന് നമ്മളിൽ പലരും ഈ ഒരു കാര്യത്തെ സമീപിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റിൽ ഒരു മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. കാരണം നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മളിൽ പല കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത്. കാരണം മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പലർക്കും പല സ്വഭാവങ്ങളാണ്. ആ പല സ്വഭാവങ്ങളിൽ ഉണ്ടായി അല്ലെങ്കിൽ കാര്യമാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ മാത്രം വിജയിച്ച പോരാ, നമ്മുടെ ചുറ്റും ദുരിതം അനുഭവിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ഉണ്ട് നമ്മുടെ ചുറ്റും. നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. കാരണം കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി തകർത്തെറിഞ്ഞ ഒരു ലോകക്രമം നമുക്കറിയാം. ഇന്നും ജോലി നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പാടുപെടുന്ന നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരെയൊക്കെ സംരക്ഷിക്കാൻ ഒരു ഗവൺമെന്റിന് സാധിക്കില്ല. കാരണം ഗവൺമെന്റിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഇനിയിപ്പോ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് ആണെങ്കിലും നമുക്കറിയാം എല്ലാം ഒരു ഞാണന്മൽക്കളിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തനതായ ഒരു വരുമാനം ഒരു ഗവൺമെന്റ് സംവിധാനത്തിനും ഇല്ല. വരുമാനം നേടിയെടുക്കാൻ വേണ്ടി ഇന്നിപ്പോ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇന്നിപ്പോ മീഡിയാസിനോട് അഴക്കം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ആരെയും തട്ടിപ്പിന് വിധേയമാക്കാതെ, ഒരാളെ പോലും പറ്റിക്കാതെ സത്യസന്ധമായ രീതിയിൽ ഈ പറയുന്ന പോലെ ഒരു ചികിത്സാ രീതി നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കൊണ്ട് ആ മേഖലയിൽ നിന്ന് കിട്ടുന്ന കോടിക്കണക്കിന് രൂപയുടെ വരുമാനം അത് കൃത്യമായും ഗവൺമെന്റ് അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് കൃത്യമായിട്ട് കിട്ടുമ്പോഴാണ് ഗവൺമെന്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇതിപ്പോ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ചില കള്ളനാണയങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. പല പേരിലാണെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ പഴയ വീഞ്ഞും പുതിയ കുപ്പി എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ചികിത്സാ സംവിധാനം ഇത് ആർക്കും ഇന്ന് വരെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ ഇന്ന് വരെ ആർക്കും യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാക്കിയിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാരണം നാസ പോലും WHO പോലും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്, സീറോ സൈഡ് എഫക്റ്റ് ഉള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മൾ ആളുകൾക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ മേഖലയെ ബന്ധപ്പെട്ട അറിവ് നമ്മളിലെല്ലാം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, നമ്മൾ ഈ മേഖലയിൽ നിരവധി ആളുകൾ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണ്. ഇന്നിപ്പോ ഈ സൂമിൽ പങ്കെടുക്കുന്ന ആളുകളുടെ കണക്കെടുത്താൽ പോലും ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് പലവിധ കാരണങ്ങൾ കൊണ്ടും പങ്കെടുക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് നമ്മുടെ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ ടുഡേസ് ട്രെയിനിങ്ങിന്റെ പേര് തന്നെ നമ്മൾ ഇട്ടിരിക്കുന്നത് RTP എന്നാണ്, അതായത് റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം എന്നാണ്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ഗൃഹാതുരമായ അന്തരീക്ഷത്തിലാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കാരണം ഇവിടെ വരുന്നവർക്കെല്ലാം തങ്ങളുടെ വീട്ടിലേക്ക് നമ്മുടെ ഒരു ബന്ധു വീട്ടിലേക്ക് നമ്മൾ വിരുന്ന് പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു അനുഭവമാണ്. ഒരു വലിയൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന അനുഭവത്തിലാണ് നമ്മൾ ഈ ട്രെയിനിങ് സെന്ററിലേക്ക് ഞങ്ങളെ എത്തിയിട്ടുള്ളത്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കടന്നു വന്നിട്ടുള്ള പല മേഖല നമുക്കറിയാം. നമുക്കെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ബന്ധങ്ങളെ വീണ്ടും കൂട്ടിയിണക്കുവാനും നമ്മുടെയൊക്കെ ജീവിതത്തെ കൂടുതൽ സുലഭമാക്കുവാനും നമുക്ക് ഇത്തരത്തിലുള്ള പ്രോഗ്രാം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ചടഞ്ഞുകൂടി ഇരിക്കാതെ കൃത്യമായും നമ്മുടെ ലീഡേഴ്സ് പറയുന്ന അനുസരിച്ച് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളെ ലീഡ് ചെയ്യുന്ന ഒരു ലീഡർ നിങ്ങളുടെ മേഖലയിൽ ഉണ്ടാവും. ആ ലീഡർ പറയുന്നത് കേട്ടുകൊണ്ട് എല്ലാവരും ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി മാറണം. കാരണം പ്രോഗ്രാം ആരൊക്കെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നോ, അത് വൺ ഡേ ട്രെയിനിങ്, 2 ഡേ ട്രെയിനിങ്, ഈ പറഞ്ഞ നമ്മുടെ സഹവാസ ക്യാമ്പുകൾ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ അത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന ഒരു ലീഡറായി നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ ഇതുവരെയും നമ്മൾ കരുതി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു അജ്ഞത ഈ കാര്യത്തിൽ നമ്മൾ മാറ്റി വെക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലവിധം മടികൾ നമ്മളെ പിടിച്ച് പുറകോട്ട് വലിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ജീവ സാഹചര്യങ്ങളാകാം, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളാകാം. ഈ ജീവ സാഹചര്യങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും നമ്മൾ എന്നും നമ്മുടെ മുന്നിലേക്ക് എടുത്തിട്ടുണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇന്നും നാളെയും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ലീഡേഴ്സ് സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്കും ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളുള്ള ആളുകളാണ്, ജീവിതത്തിൽ പലവിധ ബുദ്ധിമുട്ടുള്ള ആളുകളാണ്, സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ സാമ്പത്തിക പ്രയാസങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ജീവിത ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ഉണ്ടാക്കണം തങ്ങളുടെ വീട്ടിലിരുന്ന് അറിയാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് പോലും, കൊല്ലത്ത് നിന്ന് പോലും, പത്തനംതിട്ടയിൽ നിന്ന് പോലും, അല്ലെങ്കിൽ കോട്ടയത്ത് നിന്ന് പോലും, കണ്ണൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന്, പല സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഈ പറയുന്ന പോലെ കാതങ്ങൾ താണ്ടി ഇവിടെ എത്തിച്ചേർന്നുള്ളത്. അതുകൊണ്ട് കാതങ്ങൾ താണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും ഇന്നും നാളെയുമായി ഇവിടെ നടക്കുന്ന ഈ ട്രെയിനിങ് പ്രോഗ്രാം എന്നുള്ള കാര്യം. അതിന്റെ ചിട്ടവട്ടങ്ങൾ കണ്ടപ്പോൾ തന്നെ ഈ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന ആളുകൂടി ആയതുകൊണ്ട് തന്നെ എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം ഇന്നലത്തെ തന്നെ ആ ഒരു പ്ലാനിങ് വളരെ പോസിറ്റിവിറ്റി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്ലാനിങ് ആണ് നമ്മുടെ ലീഡേഴ്സുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. കാരണം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നത്, ഇതിനു മുമ്പും പല ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെങ്കിൽ ആ ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ചില ബാഡ് എക്സ്പീരിയൻസ് നമ്മളൊക്കെ ഒരു പക്ഷെങ്കിൽ
ആ ഒരു ട്രെയിനിങ്ങോട് കൂടി ഈ കാര്യങ്ങളാകെ ഇനി ജീവിതത്തിൽ വേണ്ട എന്നാണ് ഒരു തീരുമാനം എടുപ്പിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഇന്നിപ്പോ പാലക്കാട് യുവക്ഷേത്രയുടെ ഈ ഒരു കോമ്പൗണ്ടിൽ ഈ ഒരു ഹാളിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് 100% ഉറപ്പുണ്ട് ഇന്നും നാളെ നടക്കുന്ന ഈ ട്രെയിനിങ് പ്രോഗ്രാം ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ പുരോഗതിയും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിൽ 100% എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയവരെല്ലാം ഭാഗ്യവാന്മാരാണ്. കാരണം എല്ലാവർക്കും പങ്കെടുക്കാൻ ആഗ്രഹവും അവസരവും ഉണ്ടായിരുന്നു. പക്ഷെ അത് കൃത്യമായിട്ടും ആരൊക്കെ യൂട്ടിലൈസ് ചെയ്തു അവർക്ക് മാത്രമേ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് നമ്മൾ ഒരു പ്രാവശ്യം മിസ്സായി എന്നതുകൊണ്ട് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം അവസാനിക്കുന്നില്ല. വീണ്ടും അടുത്ത 3 മാസങ്ങൾ കൂടുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും മാസങ്ങൾ കൂടുമ്പോൾ നമ്മുടെ ഈ അനസ്യൂതം തുടരുന്ന ഒരു പ്രക്രിയയായി നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം മാറുകയാണ്. ആ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് ഈ പ്രാവശ്യം എത്തിച്ചേരാൻ പറ്റാത്തവർക്ക് അടുത്ത പ്രാവശ്യം എത്തിച്ചേരാൻ ആവശ്യമായ എല്ലാവിധ സാഹചര്യങ്ങളും ഭഗവാൻ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എന്റെ ഈ ഒരു ചെറിയ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഗ്രേറ്റ് ലീഡർ ഞാൻ പറഞ്ഞു, കാരണം ഇന്നിപ്പോ നമ്മളെ ഈ പ്രോഗ്രാമിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ, ഞങ്ങൾ എപ്പോഴും പറയും വേദനിക്കുന്ന കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ അത് വേറെ ആരുമല്ല, പ്രിയപ്പെട്ട മനോജ് സാർ. കാരണം ഇന്നും കോടികൾ ഏൺ ചെയ്ത് ഈ മേഖല ഏതാണ്ട് 400 ലക്ഷം രൂപയുടെ അടുക്കുന്ന ഒരു കോടീശ്വരനാണ് അദ്ദേഹം. പക്ഷെ ഇന്നും അദ്ദേഹത്തിന്റെ ആ ഒരു സിംപ്ലിസിറ്റിയാണ് നമ്മളെ ഈ ഒരു മേഖലയിൽ പിടിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നത്. കാരണം കോടികൾ വാങ്ങിക്കുന്ന ആളുകളുടെയൊക്കെ മൈൻഡ് സെറ്റിലുണ്ടാകുന്ന മാറ്റം പക്ഷെ കോടിക്കണക്കിന് ഒരു അക്കൗണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അവര് പോലും അറിയാതെ ചില അഹങ്കാരം ഭാവങ്ങളും ഒക്കെ അവരുണ്ടാവുമെങ്കിൽ ഇന്നിപ്പോ നമ്മളെ കേരളത്തിൽ നയിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ നമ്മളോടൊപ്പം നമ്മളിൽ ഒരുവനായി, പക്ഷെ നമ്മൾ തന്നെയാണെന്ന് തോന്നും നമ്മുടെ ഒരു പ്രതീകമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡറായിട്ടുള്ള മനോജ് സാർ. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന മനോജ് സാറാണ് നമ്മുടെ ഈ ബയോടോടത്തിനോടൊപ്പം ഉള്ളത്. നമ്മളിൽ പലരെയും ഭാവിയിൽ കോടീശ്വരന്മാരാക്കി മാറ്റി തീർക്കാൻ പറ്റുന്ന ഒരു വലിയ ഒരു അനുഭവം നമ്മൾ ഉണ്ടാക്കും. ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിലാണ് ഞങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നും നാളെ നടക്കുന്ന ഈ 2 days ട്രെയിനിങ്ങില് ഞങ്ങളെല്ലാം മാർഗദൈവമായി ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മനോജ് സാർ, അദ്ദേഹത്തിന്റെ അനുഭവം പലരും നമ്മൾ കേട്ടുള്ളവരാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തില്ല, കാരണം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ പല പ്രാവശ്യം നമ്മൾ കേട്ടുള്ള ആളുകളാണ്. ഇന്ന് നാളെ നടക്കുന്ന ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ പല കാര്യങ്ങളും ഇവിടെ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടി അല്ല പങ്കെടുക്കുന്ന ലീഡേഴ്സിന് വേണ്ടി പങ്കുവെക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞങ്ങളോടൊപ്പം തന്നെ ഇന്നലെ അദ്ദേഹവും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കാരണം ഈ സമയത്ത് വന്നതുകൊണ്ട് ആൾ കളിക്കുക എന്നുള്ളതല്ല, ഈ കാര്യങ്ങളെ ആകെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് തോളോട് തോൾ ചേർന്നുകൊണ്ട് ഒപ്പം ചേർന്നുകൊണ്ട് ഇതിനാകെ സംഘടിപ്പിക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള ലീഡറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മനോജ് സാർ ഇന്നിപ്പോ ലൈവിലുണ്ട്. ഇന്നത്തെ പ്രോഗ്രാം മൈൻഡപ്പ് ചെയ്യുന്നതിനോട് പ്രിയപ്പെട്ട മനോജ് സാറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നന്മയുള്ള നമസ്കാരം. ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ഈ 2 days ട്രെയിനിങ്ങിലേക്ക് RTPയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ലീഡേഴ്സിനെയും ആത്മാർത്ഥമായി വെൽക്കം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജയ്മോൻ സാർ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ ജയ്മോൻ സാറ് ഇന്നിവിടെ പ്രധാനമായിട്ട് സംസാരിച്ചത് ട്രെയിനിങ്ങിന്റെ ആവശ്യകതയെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം ട്രെയിനിങ് മെയ്ക്ക് മാൻ പെർഫെക്റ്റ് അല്ലെ. നമ്മളെല്ലാം പെർഫെക്റ്റ് ആക്കുന്നത് ട്രെയിനിങ് ആണ്. നമ്മളെ നടക്കാൻ പഠിച്ചത് എങ്ങനെയാണ് അല്ലേ? കൊച്ചുകുട്ടിയായിരിക്കുമ്പോ നമ്മൾ കമിഴ്ന്നും തിരിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുമ്പോ അമ്മ വന്നിട്ട് പിടിച്ചിട്ടില്ലേ ഇങ്ങനെ നടക്കാൻ പഠിപ്പിച്ചത്. നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടാണ് പഠിപ്പിച്ചത്. പിന്നീട് നമ്മൾ വീഴുമ്പോ വീണ്ടും എന്ത് ചെയ്യും? കരയും അല്ലെ. അപ്പൊ അമ്മ ഓടി വന്നിട്ട് എടുത്ത് ഇല്ലേ ഒന്ന് തടവി തിന്ന് ഒരു ചുംബനമൊക്കെ തന്ന് ഒരു ഉമ്മയൊക്കെ വെച്ച് അപ്പൊ നമ്മൾ ഒന്നും കൂടി സ്മാർട്ട് ആവും. വീണ്ടും കൈ ഇങ്ങനെ പിടിക്കും അല്ലെ. ബൈ പ്രാക്ടീസ് ആണ് നമ്മളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. സ്കൂളിൽ പോയി ഇല്ലേ, പഴയ കാലത്ത് ഇത് കണക്ക് LKG UKG ഒന്നും ഇല്ല. ആശാന്മാരുടെ അടുത്ത് പോയ കുട്ടികളുണ്ടായിരുന്നു, അല്ലെങ്കിൽ നേരിട്ട് സ്കൂളിലൊക്കെ പോയി. ഞാനൊക്കെ നേരിട്ട് സ്കൂളിൽ പോയ ആളാണ്, വേറെ എവിടെയും പോയിട്ടില്ല. നമുക്ക് ഇന്ന് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു തരാം നമ്മുടെ അധ്യാപകരാണ്. ബൈ പ്രാക്ടീസ്, ബൈ ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ് കിട്ടാതെ ആരെങ്കിലും എഴുതാനും വായിക്കാനും പഠിച്ചിട്ടുണ്ടോ? പഠിക്കില്ല. അങ്ങനെ സകല സമസ്ത മേഖലകളെയും കുറിച്ച് നമ്മളെ ജീവിതത്തിൽ എടുത്തു നോക്കിയാൽ അല്ലെ. പ്രഭാകരൻ സാർ ഇരിക്കുന്നുണ്ട് കോഴിക്കോട്. ഇപ്പൊ അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത്? പൊന്നാനിയാണ്. കുറച്ചു നാളായി ഞങ്ങൾ കണ്ടിട്ട്. അദ്ദേഹം എന്ന് പറഞ്ഞാല് ഹെവി വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ്. എത്ര ചക്രം ഉണ്ടോ അത്രയും അദ്ദേഹത്തിന് ഇല്ലേ സന്തോഷം കൂടുന്നുള്ളതാണ് വണ്ടിയുടെ. അപ്പൊ ചക്രം കൂടുതൽ, എത്രയും കൂടുതൽ ചക്രമുള്ള വലിയ വണ്ടികൾ ഓടിക്കുന്ന ആളാണ് പ്രഭാകരൻ സാർ. അതെങ്ങനെയാ സാധിച്ചത്? ബൈ പ്രാക്ടീസ് ആണ് അല്ലെ, ബൈ ട്രെയിനിങ് ആണ്.
ട്രെയിനിങ് ആണ് നമ്മളെ ഓരോ മേഖലകളിലും പെർഫെക്റ്റ് ആക്കി മാറ്റുക എന്നുള്ളത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന നമ്പർ 1 കമ്പനിയിലേക്ക് വന്നത്. അപ്പൊ ഇവിടെയും നമുക്ക് എന്താവണം? ഇവിടെയും നമ്മൾ പെർഫെക്റ്റ് ആവണമെങ്കിൽ, അതിൽ നമ്പർ 1 ആയിട്ട് മാറണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? ട്രെയിനിങ്ങുകൾ നമുക്ക് അറ്റൻഡ് ചെയ്തേ മതിയാവുള്ളൂ. ആരൊക്കെയാണോ കൂടുതൽ ട്രെയിനിങ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നത്, ഇന്നിപ്പോ ഈ നടക്കുന്ന സൂം മീറ്റിംഗ് ഒരു ട്രെയിനിങ് ആണ്, അതിൽ പോലും പങ്കെടുക്കാനുള്ള മനസ്സ് കാണിക്കാത്ത ആളുകളാണ് നമ്മുടെ കൂടെയുള്ള ആളുകൾ. എന്റെ ആഗ്രഹം എന്റെ കൂടെ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ശതകോടീശ്വരന്മാരാക്കുക എന്നുള്ളതാണ്. കോടീശ്വരനല്ല, ശതകോടീശ്വരന്മാരാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ 24 മണിക്കൂറും പ്രവർത്തിക്കാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങളത് ഏറ്റെടുക്കാൻ തയ്യാറില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ലേ? അതിന് എന്തൊക്കെ ട്രെയിനിങ് വേണോ അതൊക്കെ സംഘടിപ്പിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ രാവിലെ നടക്കുന്ന ഈ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നത്, ഓരോ ദിവസവും ചെയ്യുന്നത്. കേൾക്കുന്നുണ്ടോ? ചെറിയൊരു ഡിസ്റ്റർബ്. BOP മുതല്, വർക്ക്ഷോപ്പ് മുതല്, RTP വൺ ഡേ ട്രെയിനിങ് മുതല് എല്ലാ പ്രോഗ്രാമിലും നമ്മൾ നിറസാന്നിധ്യമാകുക എന്നുള്ളതാണ് ഇതിന്റെ ടോപ്പ് അച്ചീവർ ആയിട്ട് മാറാനുള്ള ഏക വഴി എന്ന് പറയുന്നത്. എന്റെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, നിങ്ങൾക്ക് ഇതിനകത്ത് ടോപ്പ് അച്ചീവർ ആയിട്ട് മാറണോ? നിങ്ങൾക്ക് ഇതിലൂടെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണോ? നിങ്ങൾക്ക് ഇതിനോട് ഒരു പാസീവ് ഇൻകം ആവശ്യമുണ്ടോ? നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വേണോ? ഇന്നിപ്പോ എന്റെ അക്കൗണ്ടിലേക്ക് വന്നു 26,400 രൂപ വന്നിട്ടുണ്ട്. ഇപ്പൊ രാവിലെ നല്ല ഉറക്കാണ്, ഞാനും കിടന്നു, ഇവിടെ ഡാനി സാറും കിടന്നു. ഒരു മുറിയിൽ 2 പേർക്കാണ് ഇവിടെ. മനസ്സിലായ? ഇതൊക്കെ നല്ലൊരു ഫെസിലിറ്റി ഉള്ള ഒരു സംവിധാനമാണ് പാലക്കാട് മുണ്ടൂർ യുവക്ഷേത്ര എന്ന് പറയുന്നത്. എല്ലാവരും ട്രെയിനിങ് മുണ്ടൂർ എന്തിനാ വെക്കണത്, പാലക്കാട് എന്തിനാ വെക്കണത് സാറേ, നമുക്ക് ഇവിടെ വെച്ചൂടെ, അവിടെ വെച്ചൂടെ എന്നൊക്കെ പറയും. പക്ഷേ ഈ ട്രെയിനിങ് സെന്ററിൽ എത്തുമ്പോ നമ്മൾ സ്വന്തം ഒരു കുടുംബത്തിലേക്ക് എത്തിയ ഒരു പ്രതീതി ഉണ്ടാവും. നമുക്ക് സ്വന്തം വീട്ടിലേക്ക് ചെന്നൊരു പ്രതീതി. നമ്മളൊക്കെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്ന് ചിന്തിക്കാറില്ലേ നമ്മള്? അതേപോലെയുള്ള ഒരു പ്രതീതിയാണ് ഈ ട്രെയിനിങ് സെന്ററിൽ വരുമ്പോൾ ഉണ്ടാകുക. വന്നാൾക്കറിയാം അതിന്റെ വൈബ് എന്ന് പറയുന്നത്. ഇന്നിപ്പോ പുതുതായിട്ട് വന്ന ആളുകൾ വന്ന് ഇപ്പൊ കണ്ടു, രാത്രിയൊക്കെ വന്ന് ഇപ്പൊ ഏകദേശം ഒരു 60ഓളം പേര് ഇവിടെ നിറഞ്ഞു കഴിഞ്ഞു കേട്ടാ. ട്രെയിനിങ് തുടങ്ങാൻ 7 മണിയായിട്ടില്ല, 60 പേര് നിരന്നു. ഇന്നലെ രാത്രി തന്നെ മിനി മേഡം കോട്ടയം ടീമുമായിട്ട് അല്ലേ, അതാണ് മിനി മേഡത്തിന്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. എല്ലാവരെയും വിളിച്ച്, സാറാമ്മ മേഡം ഉണ്ട്, ആ ഭാഗത്ത് ജയ്മോൻ സാർ ഉണ്ട്, അതുപോലെ എല്ലാ ലീഡേഴ്സും കൂടി ഇന്നലെ തന്നെ അവർ പുറപ്പെട്ടു. സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന വലിയൊരു പ്രോഗ്രാമിനെ പോലെ എല്ലാവരും ചേർത്ത് പിടിച്ച് അല്ലേ കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു ലീഡർഷിപ്പ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. പല കാരണങ്ങൾ പറഞ്ഞ് പിറകോട്ട് മാറി നിൽക്കുകയല്ല വേണ്ടത്. അവസരങ്ങൾ വല്ലപ്പോഴേ കിട്ടുള്ളൂ. ഈ RTP ഡെയിലി ഉണ്ടാവുമോ? ഡെയിലി സൂം മീറ്റിംഗ് ഉണ്ടാവും, RTP ഉണ്ടാവോ? ഇല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നിരവധി ലീഡേഴ്സ്, ഇപ്പൊ ഷിബു ഗോപാലൻ സാറിൻ ടീം മുതൽ വെളുപ്പിനൊന്നും, അവർ ഇന്നലെ രാത്രി 10 മണിക്ക് അവിടെ നിന്ന് കയറിയതാണ് ട്രെയിനിൽ കായംകുളത്ത്. അവര് പാലക്കാട് വന്നിറങ്ങി, അവിടെ നിന്ന് ബസ് പിടിച്ചു, ഇവിടെ വന്ന് എല്ലാവരും ഇറങ്ങി, അവർക്ക് എല്ലാവർക്കും മുറി കൊടുത്തു. എല്ലാവരും നല്ല കട്ടൻ ചായയൊക്കെ കുടിച്ച് അടിപൊളിയായി ഇല്ലേ. കുറെ പേര് നടക്കാൻ പോയി. വലിയൊരു എന്താ പറയാ, ഒരു ക്യാമ്പസ് ആണിത്. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ടേസ്റ്റ് ചെയ്യണം. ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വേണം ജീവിതത്തിൽ. അല്ലാണ്ട് വീട്ടിനകത്ത് തന്നെ ഇങ്ങനെ അടച്ചുകൂട്ടിയ തത്തയെ പോലെ, അതിനകത്ത് ആ കൂട്ടിനകത്ത് ഇരിക്കുന്ന തത്തയെ പോലെ വീട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ ഇരുന്നാല് നമുക്ക് എങ്ങനെ ഇതിനകത്ത് വലിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ പറ്റും? എന്റെ സലീംക്ക, ഭാര്യ ഒറ്റക്കേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യനെയും കൂടെ കൂട്ടിക്കോ അടുത്ത പ്രാവശ്യം. നിങ്ങൾക്ക് 2 കൂടെ ഒരു മുറി തരാം. മനസ്സിലായ? ഭാര്യ ഭർത്താവ് 2 പേർക്ക് ഒരു മുറി തരാം. ഒന്നും പേടിക്കണ്ട. നമ്മൾ കുറേയും കൂടെ മാറാൻ തയ്യാറാകണം. നിങ്ങൾക്ക് ടോപ്പ് അച്ചീവർ ആകണോ? അല്ലെ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഫാമിലി ബോണസ് മതിയോ? അതാണ് എന്റെ ചോദ്യം. അതിന് ട്രെയിനിങ് മസ്റ്റാണ്. ട്രെയിൻ ചെയ്യാതെ ട്രെയിനിങ് കിട്ടാത്ത ഒരാൾക്കും ഇതിന്റെ ടോപ്പ് ലെവലിൽ എത്താൻ പറ്റില്ല. കാരണം നമ്മുടെ ബയോട്ടോറിയത്തിന്റെ ഇന്നത്തെ ഇൻകം പ്ലാൻ എന്ന് പറയാൻ പ്രൊഡക്റ്റിലേക്ക് ഒന്നും പോകുന്നില്ല. ഇൻകം പ്ലാൻ 161 കോടി രൂപയാണ് ഒരു വർഷം. 1 CR എന്നുള്ളതിന് 161 CRലേക്ക് നമ്മൾ കമ്പനി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ ഇപ്പോഴും ആളുകൾക്ക് മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഫാമിലി ബോണസിൽ കെട്ടി മറിഞ്ഞു കിടക്കുക ആളുകൾ. ഇതൊക്കെ എപ്പോ നിങ്ങൾ പൊട്ടിച്ച് കളഞ്ഞിട്ട് ടീം ബിൽഡ് ചെയ്യാൻ തയ്യാറാകുന്നുണ്ടോ, അന്ന് മുതൽ നമുക്ക് ഇതിനകത്ത് കെട്ടാൻ പറ്റും. ഒരു സംശയവും വേണ്ട. അതിനുള്ള ട്രെയിനിങ് ആണ് ഇവിടെ കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് 161 കോടി രൂപ ഓരോ വർഷവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേടാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
ചില ആളുകൾ ഇത് എനിക്കൊന്നും ആവശ്യമില്ല, എനിക്ക് പണത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകളുണ്ടല്ലേ. നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ, പാവങ്ങൾക്ക് കൊടുക്കാമല്ലോ, ചാരിറ്റി ചെയ്യാലോ, ആയിരക്കണക്കിന് പേർക്ക് വീട് വെച്ച് കൊടുക്കും, നിങ്ങൾ ചികിത്സാ സൗകര്യം ചെയ്ത് കൊടുക്ക്, പണം വരട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കേണ്ടത്. പക്ഷെ നമുക്കൊരു അവസരം ഉണ്ടാകുമ്പോ നമ്മൾ എന്ത് ചെയ്യണം, അത് മാക്സിമം അച്ചീവ് ചെയ്യാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യരുടെയും അല്ലെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു അവസരം കിട്ടി അത് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളെ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള സെഷനായിരിക്കും ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ വന്ന് നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആയിരിക്കില്ല. ഇനി ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നിങ്ങൾ കണ്ടോളൂ, അതിന്റെ ഫീഡ്ബാക്കിനെ കുറിച്ചുള്ള ഒരു സൂം മീറ്റിംഗ് ഉണ്ടാവും. അതിൽ ഓരോരുത്തരും അവർക്ക് കിട്ടിയ ഫീഡ്ബാക്കുകൾ പറയും, അവർക്ക് കിട്ടിയ അവരുടെ മനസ്സിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇവിടെ വന്ന് പലരും പരിചയമില്ലാത്ത ആളുകൾ, ഒന്നിച്ചില്ല ഇതുവരെ കാണാത്ത ആളുകൾ, സൂമിലൂടെ കണ്ട ആളുകൾ, ഇതെല്ലാം കൂടി ചേർന്ന് നമ്മൾ 2 ദിവസം താമസിക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ വേറെ ലെവലിലേക്ക് പോകും. നമുക്ക് കൂടെ ആളുകൾ ഉണ്ടെന്നും അല്ലെ, എന്തിനും ഏതിനും നമ്മുടെ വീട്ടിലുള്ള സഹോദരന്മാരെക്കാൾ അടുത്ത സൗഹൃദങ്ങൾ നമുക്ക് ഇവിടെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നു. നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോ ഇല്ലേ, ചിരിക്കുന്ന മുഖങ്ങളാണെങ്കിലും അതിന്റെ പിറകിൽ ഒത്തിരി സങ്കടങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. എല്ലാവർക്കും പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് ജീവിതത്തിൽ. അതിനെല്ലാം ശാശ്വത പരിഹാരം എന്നുള്ള നിലയിൽ സന്തോഷവും സമാധാനവും സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നൽകുന്ന അല്ലെ, ശരിക്കും നമ്മളെ എന്താ പറയാ ഒരു വാർത്തെടുക്കുന്ന രീതിയിലേക്ക് മാറാൻ വേണ്ടി സാധിക്കുന്ന നമ്മളെ ബ്രെയിനിന്റെ ഫുഡാണ് ട്രെയിനിങ് എന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. നിങ്ങൾ എത്ര ഭക്ഷണം കഴിച്ചാലും നിങ്ങളുടെ ശരീരത്തിന് പറ്റും അല്ലെ, നല്ല ഷൂ അല്ലെ, 2000-ന്റെയും 5000-ന്റെയും ഷൂ വാങ്ങി ഇടാം ഇല്ലേ, ഷർട്ടുകൾ വാങ്ങാം, വില കൂടിയത് വാങ്ങാം ഇല്ലേ, ഒരു ഇല്ലേ 3 മണിക്കൂറുടെ കല്യാണത്തിന് ഇപ്പൊ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സാരികൾ വാങ്ങുന്നുണ്ട് നമ്മളല്ലേ, ആകെ 2-3 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ ആയിക്കോട്ടെ, പിന്നെ അത് ജീവിതത്തിൽ ഉപയോഗിക്കാറില്ല, ലക്ഷങ്ങളാണ് വില ഇല്ലേ. ശരിയല്ലേ? അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഒരു 2000 രൂപ മുടക്കിയിട്ട് നിങ്ങളെ ബ്രെയിനിന് വേണ്ടുന്ന ഫുഡ് കൊടുത്തുകൊണ്ട്, മനസ്സിലായ, ട്രെയിനിങ്, ബ്രെയിനിന്റെ ഫുഡാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ആ ട്രെയിനിങ് കൊടുക്കുമ്പോൾ നിങ്ങൾ വേറെ ലെവലിലേക്ക് മാറും, വേറെ തലത്തിലേക്ക് മാറും, വലിയ അച്ചീവ്മെന്റ്സിലേക്ക് മെന്റലി, ഫിസിക്കലി, സോഷ്യലി, എക്കണോമിക്കലി, ഇമോഷണലി, സ്പിരിച്വലി നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കുന്ന. പണം മാത്രമല്ല ഇവിടെ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഫിസിക്കലി, മെന്റലി, സോഷ്യലി, എക്കണോമിക്കലി, ഇമോഷണലി, സ്പിരിച്വലി ഒക്കെ മാറാൻ പറ്റുന്ന വലിയൊരു അപ്ലിഫ്റ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. 2000 രൂപ 20,000 രൂപ കൊടുത്താൽ പോലും നേടാൻ വേണ്ടി സാധിക്കാത്ത രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് ഇന്ന് നാളെയായിട്ട് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഒരു സംശയവും വേണ്ട. ഈ പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് വേറെ ലെവലിലേക്കായിരിക്കും. അതുകൊണ്ട് ഇത് വരാത്ത ആളുകൾ ഇപ്പൊ ഇനി സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, ഇനി ആരും ഇങ്ങോട്ട് വരണ്ട, ഇവിടെ ഫുള്ളാ. ഇവിടെ ഇനി വന്ന് ഈ കിടക്കാനൊന്നും സൗകര്യം ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ തറയിൽ കിടക്കാൻ തീരുമാനിച്ചിരിക്കുക, ലീഡേഴ്സ് ഒക്കെ വരുന്ന നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊക്കെ അവർക്ക് ബെഡ് കൊടുക്കും, മനസ്സിലായില്ലേ. ലീഡേഴ്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും വരട്ടെ. ഏകദേശം ഇപ്പം ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ ആരും വരുന്ന ആളെ തടസ്സപ്പെടുത്തണ്ട, വന്നോട്ടെ. നമുക്കൊക്കെ പായ വിരിച്ചിട്ടോ ഇല്ലെങ്കിൽ പേപ്പർ മാതൃഭൂമിയിലും മനോരമയിലൊക്കെ കിടന്ന ആളുകളല്ലേ നമ്മളല്ലേ, ഡയറക്ട് സെല്ലിങ് അല്ലേ, മുറിയെടുക്കാൻ പൈസ ഇല്ലാതെ. ഇന്നലെ എവിടെയാ താമസിച്ചു പറഞ്ഞാൽ ഇന്നലെ മനോരമയിലാണെന്ന് പറയും. മനോരമ പത്രം മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, റെയിൽവേ സ്റ്റേഷനിലൊക്കെ വിരിച്ചിട്ട് അതിന്റെ മുകളിൽ കിടക്കും. ആളുകൾക്ക് മനോരമ എന്ന് പറഞ്ഞ ലോഡ്ജ് ഉണ്ടോന്നല്ലേ. അപ്പോ നമുക്ക് ലീഡേഴ്സിനെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ ഭാഗത്തുനിന്നും, ഇരിട്ടി ഭാഗത്തുനിന്നും, അതുപോലെ തന്നെ വടകരയിൽ നിന്നും, കോഴിക്കോട് നിന്നും ഒക്കെ പലരും ഇപ്പൊ ട്രാവലിംഗ്. ആലപ്പുഴയിൽ നിന്ന് ഒരു വണ്ടി വന്നുകൊണ്ടിരിക്കുക ആൾക്കാര്, മനസ്സിലായ. ഇത് ഭയങ്കര വൈബ് ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും എന്റെ സുഹൃത്തുക്കളെ, ഒരു സംശയവും വേണ്ട. വരാത്ത ആളുകൾ അവിടുന്ന് ദുഃഖിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക കേട്ടാ. കുറെ ആള് പറഞ്ഞു ഞങ്ങൾക്ക് നോമ്പാണ്. നോമ്പുള്ള സഹോദരിമാരും സഹോദരന്മാരും ഇവിടെ വന്നിട്ടുണ്ട്. അതിന് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നോമ്പ് തുറക്കാനും നോമ്പ് മുറിക്കാനും നിങ്ങൾക്ക് വെളുപ്പിന് വേണ്ടുന്ന ഭക്ഷണങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, മനസ്സിലായില്ലേ. പടച്ചോൻ എല്ലായിടത്തും ഉണ്ട് അല്ലെ. നിങ്ങളുടെ വീട്ടിൽ മാത്രമാണോ പടച്ചോനുള്ളത് അല്ലെ? സർവ്വവ്യാപിയാണ് പടച്ചോൻ എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ട് നമ്മളെ മനസ്സിലാണ് ദൈവം എന്ന് പറയുന്നത്. ഇപ്പൊ വിളിച്ച എവിടെ വരും ദൈവം? ഒരു സംശയം വേണ്ട. അതിന് അമ്പലവും വേണ്ട, പള്ളിയും വേണ്ട, ഒന്നും വേണ്ട അല്ലെ. അപ്പൊ ആ രീതിയിലേക്ക് നമുക്കൊന്നും കൂടി മാറണം. ഇന്ന് വരാത്ത ആളുകളോട് എനിക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കാൻ ഇത്രയേ ഉള്ളൂ. അടുത്ത പിക്ക് കണ്ടാൽ 2000 രൂപയോ 3000 രൂപയോ തയ്യാറാക്കി വെച്ചോളൂ. ആ പിക്ക് വരുന്ന സ്പോട്ടിൽ ഞാൻ രജിസ്റ്റർ ചെയ്യാണെന്ന് പറഞ്ഞിട്ട് തയ്യാറായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ മാറണം. നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ എന്താ പറയാ ഉദ്ദേശമുണ്ടോ? നിങ്ങൾക്ക് വളരണം എന്നുള്ള ഉദ്ദേശമുണ്ടോ? അല്ല നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ടൈം പാസ് ആണോ? 4 ഷുഗർ വന്ന ആൾക്കും, പ്രഷർ വന്ന ആൾക്കും, കൊളസ്ട്രോൾ വന്ന ആൾക്കും പ്രൊഡക്റ്റ് കൊടുക്കലാണോ നിങ്ങളുടെ ലക്ഷ്യം?
അല്ല, നമ്മുടെ തലമുറകൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ തലമുറകൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുന്ന വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഇല്ലേ, ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ഇല്ലേ, എന്താ പറയാ, ചമഞ്ഞ് കിടക്കാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇല്ലേ, എന്തായാലും ഒരു ദിവസം നമ്മൾ ചമഞ്ഞ് കിടക്കും അല്ലേ? അങ്ങനെ ചമഞ്ഞ് കിടക്കുമ്പോൾ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ചമഞ്ഞ് കിടക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ പറ്റിയ സ്ട്രോങ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് എന്റെ സുഹൃത്തുക്കളെ ഈ ബയോട്ടോറിയത്തിന്റെ പ്ലാറ്റ്ഫോം. വേറൊരു കമ്പനിയിൽ പോയാലും നിങ്ങൾക്ക് ഇത്രയും ഒരു അവസരം കിട്ടില്ല എന്നുള്ളതാണ്. അത്രയും സ്ട്രോങ് ആയ ഒരു പ്ലാറ്റ്ഫോമിന്റെ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇന്നും നാളെയും നടക്കുന്നത്. പ്രിയങ്കരനായ സാഗർ ജോഷി സാറിന്റെ മകൻ അദർവും നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയാണ്. നേരിട്ട് നമുക്ക് അവരായിട്ട് സംവദിക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ റീപർച്ചേസ് പ്രോഗ്രാം ഇപ്പൊ സ്റ്റാർട്ടിങ് ആണെങ്കിൽ പോലും ഇന്നലെ റീപർച്ചേസ് ഇൻകം എല്ലാവർക്കും വന്നിട്ടുണ്ട്. മനസ്സിലായ? എല്ലാവർക്കും വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ രീതിയിലുള്ള റീപർച്ചേസ് എല്ലാവരും തുടങ്ങിയിട്ടുള്ളൂ. ഏപ്രിൽ മുതൽ നിങ്ങൾ കണ്ട പോലെ A to Z ഉൽപ്പന്നങ്ങൾ നമ്മുടെ ബയോട്ടോറിയത്തിലുള്ള ഒരു ലീഡേഴ്സിനും ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഒരു കസ്റ്റമർക്കും വേറൊരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഒരു മുട്ടുസൂചി പോലും പർച്ചേസ് ചെയ്യേണ്ടി വരില്ല. ഒരു മുട്ടുസൂചി പോലും പർച്ചേസ് ചെയ്യേണ്ടി വരില്ല. അതെല്ലാം തന്നെ നമുക്ക് നമ്മുടെ ഈ സിസ്റ്റത്തിലൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിന് നല്ലൊരു കസ്റ്റമർ ഡാറ്റ നിങ്ങൾ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ഓരോ ദിവസമാണ്. ഒരു ദിവസം 44 ലക്ഷം രൂപ സ്വപ്നം കാണാൻ പറ്റുമോ? ഇല്ലേ? ഒരു ദിവസം 44 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു കമ്പനി വേൾഡിൽ ഉണ്ടെങ്കിൽ ആ കമ്പനിയാണ് സുഹൃത്തുക്കളെ ഈ ബയോട്ടോറിയം എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിനെയും പരമപുച്ഛത്തോടു കൂടി നോക്കിക്കാണ്. അവിടെ പോയാൽ കിട്ടും, ഇവിടെ പോയാൽ കിട്ടും, 1 ലക്ഷം രൂപ 2 ലക്ഷം കിട്ടും. ഒരു ഫണ്ട് കമ്പനിക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ, ഒരു ക്രിപ്റ്റോ കറൻസിയിൽ പോലും നേടിയെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള അതിശക്തമായ സ്ട്രോങ് ആയിട്ടുള്ള 100% ലീഗൽ ആയിട്ടുള്ള ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആത്മവിശ്വാസം, കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാകണം. ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് ടീമിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അപ്പോഴാണ് നമ്മൾ വിജയികളായിട്ട് മാറുന്നത്. അതിനുള്ള ട്രെയിനിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഒരു സംശയവും വേണ്ട. 160 കോടി നേടാൻ വേണ്ടി സാധിക്കുന്ന ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഞാൻ. ഇന്നലെ എല്ലാവർക്കും ഫാമിലി നമ്മുടെ റീപർച്ചേസ് ഇൻകം വന്നിട്ടുണ്ട് അല്ലേ? എനിക്കും വന്നു. ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും റീപർച്ചേസ് ചെയ്തവർ എത്ര പേരുണ്ട്? ഇല്ലേ, പലരും ഇപ്പൊ ചെയ്യുന്നില്ല. പുതിയ പ്രൊഡക്റ്റ് വരട്ടെ. എനിക്ക് ഇന്നലെ ഉണ്ടായിരുന്ന വരുമാനം ഏകദേശം 1 ലക്ഷം രൂപയോളം റീപർച്ചേസ് ഇൻകം വാങ്ങിയ ആളാണ് ഞാൻ. ഇന്നലെ വന്ന് 1 ലക്ഷം രൂപ ആലോചിച്ച് നോക്കണം അല്ലെ? 1 ലക്ഷം രൂപ ഒരു മാസം തുടങ്ങിയിട്ടില്ല, പണി തുടങ്ങാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. ആ 1 ലക്ഷം രൂപ എന്നുള്ളത് 160 കോടിയിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് ഇല്ലേ? എവറസ്റ്റ് കൊടുമുടി കണ്ടപ്പോ ഇത് കേറാൻ പറ്റൂല എന്ന് പറഞ്ഞ് നിന്ന മനുഷ്യരുണ്ടായിരുന്നു ഇല്ലേ? എന്നാൽ അത് കേറാൻ സാധിക്കും. എവറസ്റ്റ് കൊടുമുടിയെ കീഴടക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചപ്പോ, ടെൻസിംഗ് ഹിലാരിയും അത് കീഴടക്കിയപ്പോ അതിനുശേഷം മനുഷ്യർക്ക് മനസ്സിലായി എവറസ്റ്റ് കൊടുമുടി മനുഷ്യർക്ക് കീഴടക്കാൻ വേണ്ടി സാധിക്കും ഇല്ലേ? അതിനുശേഷം അങ്ങോട്ട് എത്ര ആളുകൾ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി ഇല്ലേ? 2 കൈയും കാലും ഇല്ലാത്ത ആളുകൾ പോലും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് അവര് നമുക്ക് കാട്ടിത്തന്ന മാർഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവർത്തിച്ചും ഉറപ്പിച്ചും തർപ്പിച്ചും പറയുന്നു, ഒരു സംശയവും വേണ്ട. 160 കോടി രൂപ ഈ ബയോട്ടോറിയത്തിന്റെ റീപർച്ചേസ് പ്ലാനിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഒരു സംശയവും വേണ്ട. അതിനുള്ള എങ്ങനെ ചെയ്യണം, എന്താണ് അതിന്റെ സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ 100 നിലയുള്ള ബിൽഡിംഗ് പണിയാണെങ്കിലും 10 നിലയുള്ള ബിൽഡിംഗ് പണിയാണെങ്കിലും അതിന്റെ തറയാണ് സ്ട്രോങ് ആയിരിക്കണം. ആദ്യം തറയാണ് നമ്മൾ, അതിന്റെ പില്ലേഴ്സ് സ്ട്രോങ് ആയിരിക്കണം. എങ്ങനെ പില്ലേഴ്സിനെ സ്ട്രോങ് ആക്കിക്കൊണ്ട് 100 നിലയോ 150 നിലയോ ഇല്ലേ, അല്ലെങ്കിൽ 10ഓ 25ഓ നിങ്ങളുടെ മനസ്സിൽ എന്താണ് അതിനനുസരിച്ച് ഒരു സ്ട്രോങ് ബിൽഡിംഗ് പണിയണമെങ്കിൽ എങ്ങനെ തറ പണിയണം എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന പ്രോഗ്രാംസ് ആണ് നമ്മളെ എല്ലാ ട്രെയിനിങ് പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത്. അതൊന്നും കൂടെ നിങ്ങൾ മാനസികമായിട്ട് തയ്യാറാകാൻ മാത്രമാണ് പറയാനുള്ളത്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, സോറി. അപ്പൊ എല്ലാവരും ഇത് നെഞ്ചിലേറ്റണം. നിങ്ങൾ ബയോട്ടോറിയത്തിലായി മാറുക എന്നുള്ളതാണ്. എന്തിനാ ഇത്രയും ഇതുകൊണ്ട് ആളുകൾ വരുന്നത്? ഇപ്പോഴും നോക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും കിട്ടും, അതിൽ പോയി രക്ഷപ്പെടാൻ പറ്റും, ഇതിൽ പോയി. നിങ്ങൾ ഈ ഡബിൾ മൈൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കില്ല. ഒരു സംശയവും വേണ്ട. ഇന്ന് വരെ ഒരാളും രക്ഷപ്പെട്ടില്ല. ഡയറക്ട് സെല്ലിങ് ചെയ്യുമ്പോൾ ആ ഡയറക്ട് സെല്ലിങ് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ആളുകളാണ് അതിന്റെ രാജകുമാരന്മാരായിട്ടുള്ളത്. അവരാണ് അതിന്റെ ടോപ്പ് അച്ചീവേഴ്സ് ആയിട്ട് മാറിയിട്ടുള്ളത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ പ്രോഗ്രാം നെഞ്ചിലേറ്റിയ 100 കണക്കിന് ഏകദേശം 170ഓളം ആളുകൾ ഇന്ന് ഇവിടെ എത്തുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. 170ഓളം. ഞാൻ പറഞ്ഞു എല്ലാവരും വന്നോന്നാണ്, കാശ് എല്ലാവരും വരാനാ പറഞ്ഞു. ആരേക്കും ഞാൻ തടസ്സപ്പെടുത്തിയിട്ടില്ല. സീറ്റ് തീർന്നതിന് വരണ്ട എന്ന് ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല. ഏകദേശം 170 ആളുകൾ ഇവിടെ എത്തും. ഇവിടെ വലിയൊരു മഹോത്സവം നടക്കുകയാണ്. ഇന്നും നാളെയും ബയോട്ടോറിയത്തിന്റെ ഒരു മഹോത്സവം പാലക്കാട് മുണ്ടൂരിൽ യുവക്ഷേത്രയിൽ വെച്ച് നടക്കുക. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ
വലിയ ഇടുക്കി അണക്കെട്ട് പൊട്ടുന്നൊക്കെ നമ്മൾ പറയില്ലേ ഇല്ലേ? അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഒഴുകുമ്പോ സുഹൃത്തുക്കളെ, ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അണമുറിയാത്ത ഒരു ഉന്മേഷവും ഒരു ആവേശവും ഒരു എന്തൂസിയാസവും വിജയിക്കണം എന്നുള്ള അല്ലെ ആത്മാർത്ഥമായ പ്രവർത്തനവും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോ കേരളക്കരയാകെ മുഴുവൻ ബയട്ടോറിയത്തിന്റെ അലയൊലികള് അടിച്ചുയരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. 100 കണക്കിന് അച്ചീവേഴ്സ് നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുന്ന പ്രോഗ്രാമായിട്ട് ഇതിനെ മാറ്റാൻ വേണ്ടി സാധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ട്രെയിനിങ്ങിന്റെ സാധ്യതകളെ കുറിച്ച് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും ഇന്ന് വരാത്ത എന്റെ കുടുംബാംഗങ്ങളോട്, സഹോദരി സഹോദരന്മാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അടുത്ത സെഷൻ വെക്കുമ്പോ നിങ്ങളായിരിക്കണം മുൻപന്തിയിൽ. ഞാൻ ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന പറഞ്ഞിട്ട് നിങ്ങൾ ഇന്ന് തന്നെ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോ അതിന്റെ ബൂസ്റ്റർ ബോണസ് എമൗണ്ട് ഉണ്ടാവും. അത് പ്രത്യേകിച്ച് ഒരു പാത്രത്തിൽ എടുത്തിട്ട് ഇല്ലേ, കുരുമുളകിന്റെ കൂടെയോ അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയുടെ കൂടെയോ, മഞ്ഞപ്പൊടിയിൽ വെക്കണ്ട, നോട്ട് കളർ മോശമായി പോകും കേട്ടാ, എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ട് ഈ പ്രോഗ്രാമിന്റെ ലിസ്റ്റ് വരുമ്പോ ഓൺ ദ സ്പോട്ടിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി തയ്യാറായിരുന്നുള്ളൂ. അടുത്ത പ്രോഗ്രാം അടുത്ത് തന്നെ അനൗൺസ് ചെയ്യും. ഒരു സംശയവും വേണ്ട, ബയട്ടോറിയത്തെ നമ്പർ 1 കമ്പനിയായ ഈ സാഹചര്യത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഇല്ലേ നമ്പർ 1 ആക്കി മാറ്റും. മനസ്സിലായില്ലേ? തങ്കങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. അതിനെ നമ്മൾ സ്ഫുടം ചെയ്തെടുക്കും. ഒരു സംശയവും പോണ്ട, കൂടെ നിൽക്കാൻ മാത്രം തയ്യാറായാൽ മതി. ഇത് നമ്മുടെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന മെയിൻ ലീഡേഴ്സ് അല്ലെ, ട്രെയിനേഴ്സ് അറിയാം. വിനോദ് സാറിനെ കുറിച്ചൊന്നും പറയാനില്ല ഇല്ലേ? ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് അറിയുന്ന കാലഘട്ടത്തിൽ പോലും അദ്ദേഹം ഡയറക്ട് സെല്ലിംഗിലേക്ക് വരികയും ചുരുങ്ങിയ സമയം കൊണ്ട് ഏകദേശം 5 കോടി രൂപയോളം അച്ചീവ് ചെയ്യുകയും ചെയ്തപ്പോ തന്റെ ഒന്നും ചിന്തിക്കാതെ, ഗവൺമെന്റ് ജോലി എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിൽ, അവിടുന്ന് ഒന്നും ചിന്തിക്കാതെ റിസൈൻ ചെയ്തുകൊണ്ട് തന്റെ കരിയർ, തന്റെ ജീവിതം മുഴുവൻ ഡയറക്ട് സെല്ലിംഗിന് വേണ്ടി മാറ്റിവെച്ച ഓടി വിനോദ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പേര് തന്നെ അങ്ങനെയാണ്. ഓടി എന്ന് പറഞ്ഞാൽ അവിടെ ബാക്കി വിനോദ് എന്നാണ്. ആലോചിച്ചോക്കണം, ആ സമയത്തൊക്കെ അങ്ങനെയുള്ള ഒരു കാറുകളൊക്കെ, പ്രീമിയം കാറുകളൊക്കെ അച്ചീവ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ രംഗത്തേക്ക് വന്നത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കുറെ കോടികൾ ഉണ്ടാക്കലല്ല, എന്റെ ലക്ഷ്യവും എനിക്ക് കുറെ കോടികൾ ഉണ്ടാക്കലല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തൽക്കാലം സേഫ് ആയിട്ടുണ്ട്. എന്റെ ഇപ്പൊ ലക്ഷ്യം എന്ന് പറയുന്നത് എന്റെ കൂടെ നിൽക്കുന്ന, വേദനിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആ മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് കോടികൾ വാങ്ങിച്ചു കൊടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഞാൻ പരിശ്രമിച്ചുകൊണ്ട് അതിനുവേണ്ടി 24 മണിക്കൂർ ഊണും ഉറക്കവും ഇല്ലാതെ പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങളും അതിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ആയിരക്കണക്കിന് കോടീശ്വരന്മാരെ നമുക്ക് വരുന്ന വർഷങ്ങളിൽ കേരളത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഇത്രയും നാൾ നമുക്ക് മദർ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് റീപർച്ചേസും കൂടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 100 പേരുടെ ടീം ഉണ്ടെങ്കിൽ പോലും മാസം ലക്ഷക്കണക്കിന് രൂപ വരുമാനം വാങ്ങുന്ന രീതിയിലേക്ക് ഒരു വീട്ടമ്മയെ പോലും നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻകം പ്ലാൻ ആണ് ബയട്ടോറിയത്തിൻ്റെത്. ഒരു സംശയവും വേണ്ട. കട്ടക്ക് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് മനസ്സും ശരീരവും നിങ്ങൾ തയ്യാറായി വരിക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, അതോടൊപ്പം നമ്മുടെ കൂടെ നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് സാർ ഉണ്ടാവും ട്രെയിനിങ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നതിനോട്. അദ്ദേഹത്തിനെ കുറിച്ച് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമൊക്കെ ഈ RTPയിലേക്ക് വന്നതിന് ശേഷമാണ് ഇത് സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത്. അതുവരെ നിങ്ങളെ പോലെ അല്ലെ ഇത് വെറുതെ നോക്കാം, എന്താന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു. VOP സെന്ററിലേക്ക് പലരും പിടിച്ച് നിർബന്ധിച്ചു കൊണ്ടുപോയി അവിടെ ഇരുത്തിയപ്പോഴും, NTOPയിലേക്ക് പലരും പിടിച്ചു കൊണ്ടുപോയി ഇരുത്തിയപ്പോഴും ഒരു RTPയിൽ പങ്കെടുത്തപ്പോഴാണ് സുഹൃത്തുക്കളെ അദ്ദേഹത്തിന്റെ മൈൻഡ് ഓപ്പണിംഗ് നടന്നത്. മൈൻഡ് ഓപ്പൺ ചെയ്യുന്നത് ആരാണോ അവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ആ മൈൻഡ് ഓപ്പണിംഗ് പ്രോഗ്രാം ആയിരിക്കും RTP എന്ന് പറയുന്നത്. അന്ന് മുതൽ അദ്ദേഹം ഈ ഇൻഡസ്ട്രി സ്നേഹിക്കുകയും അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ വെറും സാധാരണക്കാരനായ ഒരു ജോലിയിൽ നിന്നും അദ്ദേഹം പ്രൈവറ്റ് ജോലിയാണ്, അദ്ദേഹം എല്ലാം രാജിവെച്ചുകൊണ്ട് ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വരികയും അടിപൊളിയായിട്ട് ഈ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്ന ഒരു ലീഡറാണ് അദ്ദേഹം. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ സുമേഷ് സാറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലെ? അദ്ദേഹം തന്റെ ഔദ്യോഗികമായ തിരക്കിനിടയിൽ പോലും ഈ ഇൻഡസ്ട്രി എത്രമാത്രം സ്നേഹിക്കുന്നു, ബയട്ടോറിയത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു നിങ്ങൾ തിരിച്ചറിയണം. അദ്ദേഹം ഇപ്പൊ യാത്രയിലാണ്. അദ്ദേഹത്തിൻ്റെതായ സെഷൻ ഇവിടെ ഉണ്ടാവും. മിനീഷ് സാറിൻ്റെതായ സെക്ഷനുകളുടെ മിനീഷ് സാറിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എല്ലാവർക്കും അറിയുന്ന നമ്മുടെ ഒരു ട്രെയിനറാണ് അദ്ദേഹം. അപ്പൊ ഇതുപോലുള്ള പ്രഗത്ഭരായ ആളുകൾ അവരുടെ എക്സ്പീരിയൻസിലൂടെ അവർ പഠിച്ചിട്ടാണ് ഇവിടെ വന്ന് പറയുന്നത്, വായക്ക് തോന്നിയതല്ല പറയുന്നത്, പഠിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങളെ എല്ലാം തന്നെ ഇല്ലേ ഇതിന്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക്, അതായത് എവറസ്റ്റ് കൊടുമുടി ഇല്ലേ കീഴടക്കിയ പോലെ ഈ 161 കോടി രൂപ വാങ്ങിത്തരുന്നതിന് നിങ്ങൾ ഓരോരുത്തരെയും പ്രാപ്തരാക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്ന പോലെ ട്രെയിനിങ് ആണ് നമ്മൾ ഇതിനകത്ത് വിജയിപ്പിക്കുള്ളൂ. അല്ലാണ്ട് 3 4 പ്രൊഡക്റ്റ് അവിടെ ഇവിടെയും കൊടുത്തതുകൊണ്ടൊന്നും ടോപ്പ് അച്ചീവ്മെന്റ്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രോഗ്രാമിലെങ്കിലും ഇന്ന് വരാൻ പറ്റാത്ത ആളുകൾ അടുത്ത പ്രോഗ്രാമിലെങ്കിലും അറ്റൻഡ് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല ശുഭദിന ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള ഊർജവും ശക്തിയും മനസ്സും ആവേശവും
ദൈവം നിങ്ങൾക്ക് ഓരോരുത്തരേക്കും കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രോഗ്രാം അടുത്ത 10 മണിയൊക്കെ തന്നെ കൃത്യം സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് വരുന്ന ലീഡേഴ്സ് എല്ലാം തന്നെ വേഗം എത്താൻ വേണ്ടി ശ്രമിക്കണം. കൃത്യം 10 മണിക്ക് തന്നെ നമ്മളെ പ്രോഗ്രാം വിളക്ക് കൊടുത്തിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടും. വേറെ വൈബിലേക്ക്, വേറൊരു ബ്ലാസ്റ്റിംഗിലേക്ക് ഈ ട്രെയിനിങ് കഴിയുന്നതോട് കേരളത്തിലെ ഈ വേട്ടനും കേരള വയട്ടൂരിങ് കമ്മ്യൂണിറ്റി വേറെ ലെവലിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഒരു കാര്യം ഞാൻ ആവർത്തിച്ചുറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, കേരളമായിരുന്നു ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റേറ്റ്. ഏറ്റവും കൂടുതൽ ബിസിനസ് കേരളത്തിൽ വയട്ടൂര്യത്തിന് കൊടുക്കുന്ന സ്റ്റേറ്റ് കേരളമായിരുന്നു. ഇവിടുത്തെ ചില പേക്കൂത്തുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് ഇച്ചിരി പിറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരളം നമ്പർ 1 സ്റ്റേജിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് വന്നിരിക്കുകയാണ് എന്റെ സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. വയട്ടോറിയത്തിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിസിനസ് കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറുമെന്ന് ഞാൻ സാഗർ സാറിന് ഉറപ്പ് കൊടുത്തിട്ട് അത് ഈ ട്രെയിനിങ് പ്രോഗ്രാം കഴിയുന്നതോട് കൂടിയിട്ട് ആ ലെവലിലേക്ക് ഒരു ബ്ലാസ്റ്റിംഗ് കേരളത്തിൽ ഉണ്ടാവും. കൂടെ നിൽക്കുക, ട്രെൻഡിന്റെ കൂടെ നിൽക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ട്രെൻഡിന്റെ കൂടെ നിന്നവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ട്രെൻഡിന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ് ഈ